പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെ തന്നെ എൻ്റെ കൂടെ പറഞ്ഞാട്ടെ. എൻ്റെ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തിക്കായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കർത്താവിന്റെ വചനം കേൾക്കുന്നു. ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളെ ചെയ്യുവാൻ കർത്താവ് ഇടയായിത്തീരും. നന്മകളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. ദൈവം വലിയ കാര്യങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഇന്നത്തെ ദിവസം ദൈവത്താലുള്ള അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവത്തിന്റെ വലിയ വീര്യപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആമേൻ. നമ്മൾ ഇന്നാൾ കേട്ടു, പ്രാർത്ഥന എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ കേട്ടു, കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ കേൾക്കാൻ ഇടയാത്തീർന്നു. അപ്പൊ ഇന്നലെ നമ്മളൊരു സഹോദരി ഒരു സംശയം ചോദിച്ചു. നല്ലൊരു സംശയമായിരുന്നു. ഒരു തവണ നമ്മൾ അതിനെപ്പറ്റി ധ്യാനിച്ചതാണ്. എങ്കിലും എൻ്റെ ഉള്ളത്തിൽ വീണ്ടും ചില വചനങ്ങളിലൂടെ തന്നെ ആ കാര്യങ്ങളെ ഒന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കർത്താവ് ഇടയായി തീരട്ടെ. അപ്പൊ പലപ്പോഴും നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത് പല പഠിപ്പീരുകൾ. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇന്നലെ കുറെ മെസ്സേജുകളൊക്കെ വന്ന കൂട്ടത്തിൽ ഞാനും കണ്ടു. പല ആൾക്കാരും മെസ്സേജ് ഇട്ടിരുന്നു, ഞങ്ങൾ പഠിക്കുന്നതും ഞങ്ങളെ പഠിപ്പിക്കുന്നതും എല്ലാം ഈ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മളിൽ സംഭവിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും. അപ്പൊ അത് ഈ വചനം ഒരു ബലമായെങ്കിൽ പോലും ചില ആൾക്കാർക്ക് പിന്നെ ഒരു സംശയമുണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ ആളുകൾ പഠിപ്പിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പഴയ നിയമത്തിലെ വചനങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ഥലത്ത് പോലും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവത്തോട് കണ്ണുനീരോടെ അവർ പ്രാർത്ഥിച്ചുവെന്ന് അവിടെ ഒരു സ്ഥലത്തും കാണാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് കാണാൻ പറ്റും, കർത്താവിന്റെ ശിഷ്യന്മാര് അവര് പടകിലിരുന്നു കൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നീ കാണുന്നില്ലയോ എന്നവർ കണ്ണുനീരോടെ നിലവിളിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാര്യം അവര് പഠിച്ചിരിക്കുന്നതും യഹൂദ മതത്തിന്റെ അകത്ത് നിൽക്കുന്ന പഴയ നിയമ പുസ്തകങ്ങളിൽ പഠിച്ചിരിക്കുന്നതുമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിലവിളിച്ചവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചത് കറക്റ്റാണ്. എന്നാൽ യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തായിരുന്നു യേശുവിന്റെ മറുപടി? കണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, അവര് പ്രാർത്ഥിച്ച പ്രാർത്ഥന തെറ്റാണോ? അല്ല. കാര്യം അവര് പഠിച്ചു വന്ന സിസ്റ്റം, അവര് കുഞ്ഞുനാള് മുതൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പഠിച്ചു വന്നതിന്റെ അകത്ത് ദൈവസന്നിധിയിൽ പറഞ്ഞ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന് ബൈബിളിൽ ഉണ്ടല്ലോ. അവർ ദൈവസന്നിധിയിൽ യഹോവയോട് നിലവിളിച്ചു എന്ന് ബൈബിളിലുണ്ടല്ലോ. രക്ഷ പ്രാപിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ അവർ ഉച്ചത്തിൽ നിലവിളിച്ചു എന്നൊക്കെ ബൈബിളിലുണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ആ വചനങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തികൾ പ്രതിസന്ധി സമയത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ ഇത് പഠിപ്പിച്ച അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ഉറവിടമായ ക്രിസ്തു അവരെ നോക്കിയിട്ട് എന്താണ്? ഒന്നുകൂടെ പറഞ്ഞ വാക്യം എന്നാണ് യേശുവിന്റെ മറുപടി? ആമേൻ. അപ്പൊ ശ്രദ്ധിച്ചോണം, എന്താണ് അവിടെ സംഭവിച്ചത്?
എന്താണ് അവിടെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റിയത്? നിങ്ങൾ നോക്കിക്കേ, യേശുക്രിസ്തു ആ സമയത്ത് അവരോട് പറഞ്ഞില്ല, നിങ്ങളുടെ കണ്ണുനീര് ഞാൻ കേട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് യഹോവയായ ദൈവം മോശെ മുഖാന്തരം പറയുന്നുണ്ട്, ഞാൻ മിസ്രയീമിൽ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. നോക്കിക്കേ, നിലവിളി കേട്ടു. ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ളവരുടെ കഷ്ടത ഞാൻ കണ്ടു. അപ്പൊ നിലവിളി കേട്ട്, കണ്ണുനീര് കണ്ട്, കഷ്ടത കണ്ട് ഇറങ്ങി വന്നൊരു ദൈവം, ആ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും ചോദിക്കുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതോട് പറയുകയാണ്, അല്പവിശ്വാസി എന്ന്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. കാര്യം പഴയ നിയമത്തിൽ നിലവിളി കേട്ട് കണ്ണുനീര് കണ്ട് ഇറങ്ങി വന്ന ദൈവം പുതിയ നിയമത്തിലേക്ക് ചോദിക്കുന്നു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എവിടെ? അപ്പൊ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നമ്മൾ വചനത്തിന്റെ അറിവിലേക്ക് നിങ്ങൾ വളരണം. എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നിങ്ങളും ചിലപ്പം ഇങ്ങനെ കരഞ്ഞ് ദൈവസന്നിധിയിൽ, ഞാൻ എപ്പോഴും പറയില്ലേ, ദൈവസാന്നിധ്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും കരയാറുണ്ട്. കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കരയാറുണ്ട്, വല്ലാതെ നിലവിളിക്കാറ്. അത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, ആ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നൊരു ഇമോഷനാ. പക്ഷെ ദൈവസന്നിധിയിൽ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിലുണ്ട്, കരഞ്ഞു പ്രാർത്ഥിച്ചാലേ ഉള്ളൂ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഹന്ന എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, അങ്ങനെ പല രാജാക്കന്മാർ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്നലെ കേട്ടു ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞു നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കണ്ടോ? അപ്പൊ ഒത്തിരി വചനം കിട്ടിയില്ലേ? പക്ഷെ ഈ വചനവുമായിട്ട് നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ യേശു ചോദിക്കും, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിന്റെ വിശ്വാസം എവിടെ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഈ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ നേരെ പുതിയ നിയമത്തിൽ ഒരു വചനം പോലും എടുക്കത്തില്ല. അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ എന്ത് ചെയ്യും? വചനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞു തരാം. ഇനി എന്താണ് വ്യത്യാസം? ഇനി ഞാൻ ആരെയും വിമർശിക്കാനൊന്നുമല്ല, സത്യം നമ്മൾ അറിയണം, സത്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശു എന്തുകൊണ്ടാണ് നിലവിളിച്ചു പ്രാർത്ഥിച്ച ശിഷ്യന്മാരോട് അവരെ കേൾക്കുക, അല്പവിശ്വാസികളെ എന്നവരെ വിമർശിക്കാൻ കാരണം? നമുക്ക് ചില വാക്യത്തിലൂടെ അത് മനസ്സിലാക്കാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റം കൊണ്ടുപോകാൻ കർത്താവ് ഇടയാക്കി. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്ന സമയത്ത്, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുന്ന സമയത്ത്, അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ, ആ ദേശത്തു നിന്നും ഒരു കനാന്യ സ്ത്രീ വന്നു, അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, നോക്കിയ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ. നോക്കി ഈ ഒരു പ്രാർത്ഥനയുടെ ട്യൂണ് കണ്ടോ? ഒരു കനാന്യ സ്ത്രീ വന്നു, യഹൂദ സ്ത്രീ അല്ല, കനാന്യ സ്ത്രീ വന്നിട്ട് ചോദിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേണമേ. അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ഒരു കനാന്യ സ്ത്രീ ചോദിക്കുകയാണ്, കർത്താവിന് ആദ്യമേ ഒരു കാര്യം എന്ത് അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്, എനിക്ക് കരുണ വേണം. ആ വാക്ക് കൊണ്ട് കൃപയല്ല, കരുണ. കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തോന്നണം. യേശുവേ, എന്നോട് കരുണ തോന്നണമേ. എന്താ കാരണം? എൻ്റെ മകൾ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇനി ഇത് കേട്ടെ, യേശു ക്രിസ്തുവിനോട് ഈ സഹോദരി എല്ലാവരും കേൾക്കെയാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ മറുപടി കണ്ടോണേ. യേശു അവളോട് ഒരു വാക്കുത്തരം പറഞ്ഞില്ല. യേശു അവിടെ മൗനമായി നിന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരും. നിങ്ങളെ വാക്യം നോക്കിയേ, നിലവിളിച്ചു കൊണ്ട് വന്നിട്ട് പോലും യേശു ഉത്തരം പറയുന്നു. ഇതാണ് ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ? നമ്മുടെ 2 പുസ്തകം ഉണ്ടല്ലേ ബൈബിളിൽ, പഴയ നിയമം, പുതിയ നിയമം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ജീവിക്കുന്നതും വിശ്വസിക്കുന്നതും പഴയ നിയമം വേണ്ടെന്നല്ല ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒറ്റക്കാര്യം, നിങ്ങൾ ആരാന്നുള്ള അറിവ് വേണം. നോക്കിക്കേ, ആ സഹോദരി പറഞ്ഞു, എനിക്ക് കരുണ വേണം. യേശു അവിടെ നോക്കിയില്ല സഹോദരിനെ. രണ്ടാമത് പറയുന്നു, കർത്താവിന്റെ ശിഷ്യന്മാർ പുറകെ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, അവള് നിലവിളിക്കുവാണ്, കരഞ്ഞുകൊണ്ട് നിന്റെ പുറകെ വരുവാണ്, അവളെ പറഞ്ഞയക്കണമേ എന്ന് ശിഷ്യന്മാര് പറഞ്ഞു, അപേക്ഷിച്ചു. നോക്കിക്കേ, യേശുക്രിസ്തുവിന് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതിന് യേശുവിന്റെ മറുപടി നോക്കി. അതിന് യേശു, ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു യേശുവിനെ നമസ്കരിച്ചു. ഉടനെ യേശുവിനെ മറുപടി നോക്കണം. അവന്, കർത്താവോ, മക്കളുടെ
അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പൊ ഇവിടെ നോക്കിക്കേ, യേശുക്രിസ്തു നല്ലൊരു ഇത് ശരിക്കും പറഞ്ഞ ആ സഹോദരീനെ കർത്താവ് ഇഷ്ടക്കേട് കാണിക്കുവല്ല, സകല മാനവജാതിക്കും കർത്താവ് നല്ലൊരു വചന മെസ്സേജ് കൊടുക്കുവാണ്. എന്താണ് പുതിയ നിയമം? എന്താണ് പുതിയ നിയമം? ആ സഹോദര പ്രാർത്ഥന, കർത്താവെ കരുണ വേണം. ഇതാണ് നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുമെന്ന് വിചാരിച്ചു. കരയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ഈ കനാന്യ സ്ത്രീയിലേക്കാണ് പോകുന്നത്. കനാന്യ സ്ത്രീയെ പറ്റി യേശു പറഞ്ഞ വാക്ക് നോക്കിയേ. ഇവിടെ പറയുവാണ്, മക്കളുടെ അപ്പത്തിന് വേണ്ടിയാണോ നീ വന്നിരിക്കുന്നത്? മക്കളുടെ അപ്പം എടുത്ത് എന്ത് ചെയ്യത്തില്ല? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് ഇന്ന് രാവിലെ നല്ല ഒന്നാം തരം ദോശയും സാമ്പാറും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങളും ഭർത്താവും 4 പിള്ളേരും ഉണ്ടെന്നിരിക്കട്ടെ. ആ സാമ്പാറും ദോശ എല്ലാം എടുത്തുകൊണ്ട് വഴിയെ പോകുന്ന, സ്കൂളിൽ പോകുന്ന ഏതെങ്കിലും പിള്ളേർക്ക് നിങ്ങൾ അത് കൊടുക്കുവോ? നിങ്ങൾ മക്കൾ വിശന്നിരിക്കുമ്പോൾ കൊടുക്കുവോ? ഇല്ല. യേശു ഇത് തന്നെ പറഞ്ഞത്, മക്കൾക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന അപ്പമുണ്ട്, അത് ഞാൻ തരത്തില്ല. കാരണം എൻ്റെ മക്കള് പട്ടിണി കിടത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല? കൊടുക്കത്തില്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ല. നമ്മൾ വീട്ടിൽ പിള്ളേർ വിശക്കുന്നു പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ഒന്നാം തരം ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് വന്നിരിക്കുമ്പോഴേക്കും നിങ്ങൾ പറയൂ നിങ്ങൾക്കുള്ളതല്ല, അത് വഴിയെ പോകുന്ന പിള്ളേർക്കുള്ളതെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? കൊടുക്കുവോ? ഇല്ല. മിച്ചം ഉണ്ടേ നമ്മൾ കൊടുക്കും, അല്ലേ? കാര്യം യേശു പറയാണ്, മക്കളുടെ അപ്പം. അപ്പൊ നിങ്ങൾ ആരാന്ന് അറിവ് വേണം. നിങ്ങൾ ആരാന്ന് പുതിയ നിയമ വിശ്വാസി, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിങ്ങൾ അനുഗ്രഹത്തിന് അവകാശിയാണ്. നിങ്ങളുടേതാണ് ഈ അപ്പം. നിങ്ങൾക്കുള്ളതാണ് ഈ അനുഗ്രഹം. നിങ്ങൾക്കുള്ളതാണ് ഈ സൗഖ്യം. നിങ്ങൾ അത് പിടിച്ചു വാങ്ങിക്കൊന്നും വേണ്ട. കരഞ്ഞതുകൊണ്ട് കിട്ടാനൊന്നും പോകുന്നൊന്നുമില്ല. നിങ്ങൾക്കാണിതുള്ളത്. ഹല്ലേലൂയ. ഈ അറിവാണ് പലർക്കും ഇല്ലാത്തത്. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പഠിപ്പീരുകളൊക്കെ എന്ത് ചെയ്തു? പെട്ടെന്ന് ഹന്ന കരഞ്ഞപ്പം കർത്താവ് എന്ത് ചെയ്തു? ശമൂവേലിനെ കൊടുത്തു. കൊള്ളാം. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി ഹന്നയെ പോലെ കരയണം. കണ്ടോ? അപ്പൊ നിങ്ങൾ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ടും കിട്ടുന്നില്ല. കാരണം എന്നാണെന്നറിയാവോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഹന്ന കരുണയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കർത്താവ് കരുണ തോന്നണപ്പാ, എനിക്കൊരു കുഞ്ഞിനെ വേണം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും തലമുറകൾ നിങ്ങളുടെ അവകാശമാണ്. ദൈവത്താൽ നിങ്ങൾ എല്ലാത്തിനും അവകാശികളാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും വ്യത്യാസം വരുന്നുണ്ട് അവിടെ. ഹല്ലേലൂയ. നോക്കിക്കേ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ല. അതിനർത്ഥം നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയ സാമ്പാറും ചോറും അതൊക്കെ ബിരിയാണി ആയിക്കോട്ടെ, ആദ്യം നിങ്ങൾ നായ്ക്കുട്ടിക്ക് കൊടുത്തിട്ടല്ല മക്കൾക്ക് കൊടുക്കുന്നത്, അല്ലേ? മക്കൾക്ക് കൊടുത്തിട്ട് മിച്ചം ഉണ്ടെങ്കിൽ നായ്ക്കുട്ടിക്ക് കൊടുക്കും. ഉടനെ ഈ സഹോദരി പറയുവാണ്, യേശുക്രിസ്തു അവിടെ ഒരു ദുഷ്ട കഥാപാത്രമായി കാണിക്കുവല്ല, പകരം നമുക്ക് എല്ലാവർക്കും ഇതൊരു വെളിപ്പാടാണ്. രക്ഷിക്കപ്പെട്ടവന്റെ അവകാശമാണ് എല്ലാം എന്ന് കർത്താവ് തെളിയിക്കുക. ഉടനെ ആ മകള് പറയുകയാണേ, അതേ കർത്താവെ, നായ്ക്കുട്ടികൾക്കും ഉടയവന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഉടനെ യേശു പറയുകയാണേ, യേശു പറയാ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞ നാഴിക മുതൽ അവളുടെ മകൾ സൗഖ്യം വന്നു. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? അവൾ പറയുകയാണേ, കർത്താവെ, യഹൂദന് ഇപ്പോൾ അവകാശമായി കിട്ടുമായത്. ഇപ്പൊ ഇത് യഹൂദന് മാത്രമുള്ള നിങ്ങൾക്കറിയാം. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പവാ. ഈ അപ്പം യേശു പറഞ്ഞു, കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പം എടുത്ത് വാഴ്ത്തി സ്വോത്രം ചൊല്ലി നുറുക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുക, പക്ഷെ ഇത് നുറുക്കപ്പെട്ട് കഴിഞ്ഞാൽ കോട്ടയത്തും കൊല്ലത്തും ഇന്ത്യയിലും അമേരിക്കയിലും ലോകത്തിരിക്കുന്ന സകലർക്കും ഇതിന്റെ അംശികളാകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സഹോദരി പറഞ്ഞത്, ഇപ്പൊ ഇത് മേശമേലിരിക്കും, ഇത് ഓടിക്കും. ഇപ്പൊ നല്ല സുന്ദരമായിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഒക്കെ ഇന്നുകൊണ്ട് ഭയങ്കര പ്രസംഗം യേശു. പക്ഷെ ഓരോ ദിവസം ഇത് ഗോൽഗോത്ത മലയിൽ നുറുക്കപ്പെടും, ഇത് തകർക്കപ്പെടും, ഇത് അടക്കപ്പെടും. ആ സമയത്ത് ആർക്ക് ലഭിക്കും? ജാതികളിലേക്ക് ഈ സുവിശേഷം എത്തും. ഈ മർമ്മം ആ സഹോദരി പറഞ്ഞത്, ഈ ദാവീദിന്റെ സന്തതിയായി വന്നിരിക്കുന്ന യേശുവേ, ഈ അവകാശം ഞങ്ങൾക്കും കിട്ടുന്ന ഒരു സമയം വരുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന മേശയിൽ നിന്നൊക്കെ അത് താഴേക്ക് വീഴും. യഹൂദൻ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം.
ഇപ്പൊ മനസ്സിലായോ? സ്വന്തക്കാരായി വന്ന യഹൂദന്മാര് തള്ളിക്കളയും. ഈ മേശമേൽ നിന്നും ഈ അപ്പനുറുക്ക് താഴേക്ക് വീഴും. അന്ന് നായ്ക്കുട്ടികളായിട്ടുള്ള നമുക്കിത് അവകാശമായി ലഭിക്കും. ഹല്ലേലൂയ. ഈ നായ്ക്കുട്ടി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാവോ? യഹൂദന്മാരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, യഹൂദൻ ഒഴികെ ബാക്കിയെല്ലാം പുറംജാതി നായ എന്ന് അവർ വിശേഷിപ്പിക്കുന്നു. അവരുടെ വിചാരം അവർ വലിയ ആൾക്കാരും ബാക്കി എല്ലാവരും നായ്ക്കൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ വാചകം അവിടെ ഉപയോഗിക്കുന്നത്. ആ സഹോദരി അത് പറയുമ്പോഴും യേശുക്രിസ്തു ആ വാക്കെടുത്ത് ഉപയോഗിക്കാൻ കാരണം അന്ന് വരെ നിന്നിരുന്ന വലിയൊരു സമ്പ്രദായത്തെ യേശു ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് അവള് കാണുക പറയുക, നിനക്ക് ഭയങ്കര വിശ്വാസമാ. ഈ വിശ്വാസം ശിഷ്യന്മാർക്ക് അവിടെ കിട്ടിയില്ല. അവരെന്ത് ചെയ്തു? പണ്ട് ദാവീദ് നിലവിളിച്ചതുപോലെ അവർ നിലവിളിക്കാൻ നോക്കി. നാദാ, ഞങ്ങൾ നശിക്കുന്നത് കണ്ടില്ല. പണ്ട് യുദ്ധം വരുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയാവോ? ദൈവസന്നിധിയിൽ നിലവിളിക്കും, ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ യഹോവ ഇറങ്ങി വരും കരുണ കൊണ്ട്. ആമേൻ. ഒരു നിമിഷം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജോഷുവ, ആമേൻ. അപ്പൊ ഈ അപ്പം നുറുക്കപ്പെടുമ്പോൾ ഇത് അവകാശത്തിലേക്ക് വരും. ഇതാണ് ആ സഹോദരി പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാണേ, ഇനി നമ്മുടെ സംശയം. ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത്, ഞാൻ ആരെയും വിമർശിക്കുമല്ല, നിങ്ങൾ നാളെ അവിടെ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ അറിവ് ലഭിച്ചത് കൃപയാണ്. നിങ്ങൾ എപ്പോഴും പുതിയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള ആളുകൾ കൂടുതലും പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവരൊരിക്കലും പുതിയ നിയമത്തിൽ ഒരു വാക്യം എടുത്തുകൊണ്ട് വരത്തില്ല. എന്തുകൊണ്ടെന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല. കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന്റെ മറുപടി കിട്ടുമെന്ന് പറയുന്ന ഒരു വാക്ക് പോലും പുതിയ നിയമത്തിൽ ഇല്ല. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശിന് ശേഷം അങ്ങനെ ഒരു വാക്കേ ഇല്ല. ഇനി യേശുക്രിസ്തുവിന്റെ ക്രൂശിന് ശേഷം, കുരിശു മരണത്തിന് ശേഷം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം സ്ക്രീനെ നോക്കി, എല്ലാവരും നോക്കിയേ. ഇവിടെ പറഞ്ഞു നോക്കിയേ, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ദാസനായിരിക്കുന്നിടത്തോളം കാലം ശിശുവിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരിൽ. ഇതാണ് നമ്മുടെ കുഴപ്പം. നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ട്, അവകാശിയാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരല്ല. ആമേൻ. നോക്കിയേ, നമ്മള് അവകാശിയായിരിക്കുന്ന, നിങ്ങളിപ്പോ അവകാശി അല്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്, ചിലപ്പോൾ നിങ്ങൾ പിതാക്കന്മാർ അപ്പനും അമ്മയും പണിത വീടായിരിക്കാം. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അപ്പന്റെ അമ്മയുടെ കാലശേഷമോ അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന സമയത്തോ അവർ നിങ്ങൾക്ക് വീട് എഴുതി തന്നല്ലേ? അപ്പൊ ഇന്നലകളിൽ നിങ്ങളുടെ പിതാവിന്റെ ഇരുന്ന ഭവനം ഇപ്പോൾ നിങ്ങളുടെ പേരിലേക്ക് എഴുതി തന്നു. പക്ഷെ ഈ പിതാവ് എന്ത് ചെയ്തു? ഓൾറെഡി ഇപ്പൊ എഴുതി തന്നപ്പോഴാണോ നിങ്ങൾ അവകാശിയായത്, അതോ ആ വീട്ടിൽ ജനിച്ചപ്പോഴാണോ നിങ്ങൾ അവകാശിയായത്? ആ വീടിന്, നിങ്ങളിപ്പോ താമസിക്കുന്ന വീടിനെ പറ്റി ഞാനീ പറയുന്നത്. എഴുതി തന്നപ്പോഴാണ് അവകാശം എന്ന് പറഞ്ഞ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ എഴുതി തന്നപ്പോഴാണ്, നമുക്കൊരു ബോധം ഉണ്ടായത്. ജനിച്ചപ്പോഴേ ഞാൻ അവകാശിയാണ് ആ വീടിന്റെ. എന്റെ അപ്പനും അമ്മയും പണിതിരിക്കുന്ന വീട്ടിൽ ഞാൻ ജനിച്ചപ്പോ തന്നെ ഞാനാണ് ആ വീട്ടിലെ അവകാശി. ഇനിയിപ്പോ എന്റെ പേരിൽ ആധാരം എഴുതിയില്ലെങ്കിൽ ഞാനാണ് ഉടമസ്ഥൻ. പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും മനസ്സിലാകത്തില്ല. 2 നില വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാനിപ്പം 2 വയസ്സേ എനിക്കുള്ളൂ. എന്നാ കുഴപ്പമെന്നറിയാവോ? എനിക്കിതുകൊണ്ട് ഗുണമൊന്നുമില്ല. ആധാരം കൊണ്ട് എന്റെ കൈ തന്നാൽ എന്നെ 2 വയസ്സുള്ള കൊച്ചിന്റെ കൊണ്ടുവന്ന് ആ കൊച്ചിന്റെ പേരിലേക്ക് ആധാരം എഴുതി കൈ കൊടുത്താൽ എന്നാ ചെയ്യും? അത് കൊള്ളാലോ എന്ന് പറയുമോ? എത്ര സെന്റ് ഉണ്ടെന്ന് ചോദിക്കൂ. അത് വായി വെച്ച് മൊത്തം അത് കളഞ്ഞ് വെള്ളത്തിലെല്ലാം മുക്കിയ മുഴുവൻ അങ്ങ് മുഴുവൻ കളയും അല്ലേ? ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടും ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പഴയ നിയമത്തിലെ അന്നത്തെ കാലത്തെ ദാസന്മാരുടെ പ്രാർത്ഥനകൾ കേട്ട് 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 നിങ്ങൾ അവകാശിയാണ്, പക്ഷെ ശിശുവായിരിക്കുക. ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ ഇവരുടെ മനസ്സ് മൊത്തം എന്താണ്? പ്രശ്നം വരുമ്പോൾ നിലവിളിച്ചോണം. കരഞ്ഞാൽ അപ്പം മറുപടിയാണ്. പഴയ നിയമത്തിൽ ദൈവം കരുണ തോന്നുന്നു, ഉടനെ എന്ത് ചെയ്യും? പക്ഷെ ഒരു വാക്ക് ശ്രദ്ധിച്ചോണേ, ഗലാത്യ ലേഖനത്തിൽ മറ്റൊരു വാക്ക് പറയും, എനിക്ക് കരുണ തോന്നേണ്ടതുകൊണ്ട് കരുണ തോന്നുകയും കനിവ് തോന്നേണ്ട വ്യക്തിയോട് കനിവ് തോന്നുകയും ചെയ്തിരിക്കുന്നു എന്നൊരു വാക്കും കൂടെ ഉണ്ടേ. ആമേൻ. യൂട്യൂബ് നിങ്ങൾക്ക് ഓഡിയോ കട്ടായോ? നിങ്ങൾക്ക് സൗണ്ട് കട്ടായോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?
യൂട്യൂബിൽ എനിക്ക് ചിലർ പറയുന്നു മെസ്സേജ് അവിടെ കട്ടായെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല എന്നാ സംഭവിച്ചെന്ന്. പക്ഷെ ഇവിടെ പ്രശ്നം കാണുന്നില്ല. കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. എന്നാന്ന് എനിക്കറിയത്തില്ല. നമുക്കത് ചെക്ക് ചെയ്യാം, നോക്കിയോട്ടെ. എന്തായാലും ഇപ്പൊ അത് കറക്റ്റായെന്ന് തോന്നുന്നു. ആമേൻ. ഇവിടെ നോക്കിയേ, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവരല്ല. അപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് ദാസന്റെ സുവിശേഷമാണെന്ന് വിചാരിച്ചു. ദാസന്റെ സുവിശേഷമാണ് കേൾക്കുന്നതെങ്കിൽ എന്നാ പ്രശ്നം എന്നറിയാവോ? നിങ്ങൾക്ക് അവകാശിയിലേക്ക് വരാൻ വളരത്തില്ല. നിങ്ങൾ ഇപ്പോഴും 2-ാം വയസ്സിൽ തന്നെ നിൽക്കുക. ഈ ശിഷ്യന്മാരുടെ അതാ യേശു പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എന്തിയേ? കടലിളകുമ്പോൾ, കാറ്റിളകുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പിശാചിളകുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം കരയാനല്ല നമ്മളെ പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. യേശു പറഞ്ഞു, വാക്ക് നമ്മൾ കേട്ടു നോക്കിയേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. അപ്പൊ ഈ കടല് പൊങ്ങി വരുന്നതോ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാറ്റ് ഇളകി വരുന്നതോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുക ഇല്ല. പക്ഷെ ഈ അറിവ് നമ്മളിലോട്ട് പ്രവേശിക്കുന്നില്ല. നമ്മൾ കേട്ടിരിക്കുന്ന ദാസന്റെ നമ്മൾ പണ്ട് കുഞ്ഞുങ്ങളെ ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും പോക്കാച്ചി വരുന്നുണ്ട്, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പലതും പറയത്തില്ല, കരടി വരുന്നുണ്ട്, സിംഹം വരുന്നുണ്ട്, കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പേടിപ്പിച്ച് എന്ത് ചെയ്യും, പിള്ളേർക്ക് ചോറ് കൊടുക്കും അല്ലേ? അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതുവരെ കഴിക്കാത്ത കൊച്ച് ഇപ്പൊ ദാണ്ട പുറകിൽ പിശാശു വന്ന് നിൽപ്പുണ്ട്. എന്നാ നിങ്ങൾ പറയുന്നത് എനിക്ക് അറിയത്തില്ല. വാതൊക്കെ വന്ന് പിടിക്കാൻ എന്നെ കോക്കാച്ചിയോ എന്തൊക്കെ പറയത്തില്ലേ, അത് വന്ന് പിടിക്കാൻ നിൽപ്പുണ്ട്. അവിടെ പെട്ടെന്ന് കഴിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കഴിക്കും. ഇത് തന്നെയാണ് പല വിശ്വാസങ്ങൾക്കും പറ്റിപ്പോകുന്നത്. പിശാചിനെ കാണിച്ച് പേടിപ്പിക്കുക. സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യും? അലർന്ന സിംഹം പോലെ വിഴുങ്ങാൻ നിൽക്കുവാണ്. അതുകൊണ്ട് അവന്റെ കൈ പിടാതെ സൂക്ഷിച്ചോണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് ചെയ്തോണം? ബലപ്പെട്ട് നിന്നോണം. എൻ്റെ പ്രിയരെ, കാൽച്ചുവട്ടി ചവിട്ടാനാണ് യേശു പുതിയ നിയമത്തിൽ ഈ വാക്യം പഴയ നിയമത്തിൽ ഇല്ല. എന്നാ കാരണം എന്നറിയാവോ? പഴയ നിയമത്തിൽ പിശാചിന് തലയുണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, ഉൽപ്പത്തി പുസ്തകം. അപ്പൊ തലയുണ്ടവന്. ഗോൽഗോത്ത മലയിൽ തല തകർത്തു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇനി കോക്കാച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ആരും എന്ത് ചെയ്യണ്ട, വിശ്വാസത്തിൽ നിൽക്കണ്ട. നിങ്ങൾ അവകാശികളാണ്, ജയത്തിന് അവകാശികളാണ്. അപ്പൊ ശിശുവിൽ നിന്നും വളരണം. അതിന് എന്ത് വേണമെന്നറിയാവോ? വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഞാൻ ആദ്യ കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെയുള്ള പല സഹോദരന്മാർ, ഇപ്പം തോമസ് ഫാദർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ വന്ന സമയത്ത് വിശ്വാസത്തിൽ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഓരോ പ്രയാസം വരുമ്പോഴേക്കും പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എന്നെ കാണിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ പറയും, ദൈവം കുഴപ്പമൊന്നുമില്ല, കർത്താവ് അത്ഭുതമാക്കി നടക്കും, മുന്നോട്ട് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ കുറെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ വളരത്തില്ല. ഇവർക്ക് ആ പ്രതികൂലം വരുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഭയം ഇവർക്ക് വന്നു. ചിലപ്പോൾ ഞാൻ പരാജയപ്പെടുവോ, തോറ്റുപോയി. ഞാൻ ഉദാഹരണം മാത്രം, ട്രാൻസ്ഫർ ഉദാഹരണം മാത്രമാണ് പെട്ടെന്ന് വായി വന്ന മുട്ടുമുക്കാൽ ആൾക്കാർ വിളിക്കും. അപ്പം ഞാൻ ഉൾപ്പെടെ എന്ത് ചെയ്തു, എനിക്ക് നമുക്ക് ഭാവി അറിയണം. ഭാവിയിൽ എന്താ സംഭവിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. എൻ്റെ ഭാവിയിൽ അതെനിക്ക് പ്രതികൂലമാകുമോ, അതെനിക്ക് കുഴപ്പമാകുമോ, എനിക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഭയം വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് വളർച്ചയാണ്. വളരണമെങ്കിൽ എന്തു വേണം? എൻ്റെ ഭാവിയിൽ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അതിന് വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് മനസ്സിലായി, വചനം എന്ന മായമില്ലാത്ത പാല് ഞാൻ കുടിക്കണം. എന്താ പറയുന്നത്? സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഞാൻ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കിയാലല്ലോ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ പോയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ദൈവം രക്ഷിക്കുമെന്ന് പറയരുത്. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ പേടിക്കണ്ട, അത് നന്മ. അതിനുവേണ്ടി പ്രത്യേക ഒരു പ്രവചനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്നെ ഒട്ടുമുക്കാൽ ആൾക്കാരും വിളിക്കാറില്ല. അവർ വളർന്നു. അവർ വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർന്നു. അവർക്ക് ഭാവിയെ പറ്റി ഇപ്പം ടെൻഷൻ ഇല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ഭാരമില്ല. അവർ ഒരു കാര്യം മനസ്സിലായി, യേശു ജീവിക്കുന്നു, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ അവർ എന്തല്ല, വിശേഷതയുള്ളവരല്ല. എന്നിട്ട് പറയുകയാണ്, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകർത്താക്കന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെടുവാൻ അത്രേ പറഞ്ഞിരിക്കുന്നത്.
അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠത്തിന് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശ്യത്തിലും സമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവർ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. നോക്കിക്കേ, ഇവിടെ ന്യായപ്രമാണത്തെ പറ്റി പഴയ നിയമത്തെ പറ്റി പറയുകയാണെ. ഇന്നലകളിൽ നമ്മളെ നടത്താൻ വേണ്ടിയാണ് പഴയ നിയമത്തിലെ കൽപ്പനകളും പ്രവാചകന്മാരെ എല്ലാം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ശിശുവിലേക്കും ആദ്യ പാഠത്തിലേക്കും ആക്കി വെച്ചിരിക്കുക. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അടുത്ത വാക്യം നോക്കിക്കേ, ഇനി നീ ദാസനല്ല. ഈ വാക്ക് ശ്രദ്ധിച്ചേ. ഗലാത്യർ 4:7 പറഞ്ഞു, ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവത്തിന്റെ ഹിതപ്രകാരം നിങ്ങൾ അവകാശിയാണ്. നോക്കിക്കേ, ഇവിടെയാണ് പ്രശ്നം. നിങ്ങളിപ്പോ കേൾക്കുന്നത് ദാസന്മാരുടെ സുവിശേഷമാണെങ്കിൽ കരയണം. ഇവിടെ നിങ്ങളെ വാക്ക് എടുത്തു നോക്കിയേ, ഇനി നീ ദാസൻ അല്ല. അപ്പൊ ദാവീദ് ആരാണ്? ദാവീദ് പുത്രനാണോ ദാസനാണോ? ഒന്ന് പറ. ദാവീദ് പുത്രനാണ്. ഏലിയാവ്, ഏലീശയും അബ്രഹാമും ഒക്കെ പുത്രനാണോ ദാസനാണോ? നോക്കി, ഇവിടെ വചനം പറയും നീ ദാസനല്ല, പുത്രനാണ്. ഒറ്റ വാക്ക് വ്യത്യാസം വരുന്നുണ്ടോ? പുത്രനാണ്. പുത്രനെങ്കിലോ അവകാശിയാണ്. അപ്പൊ ഒരു ചോദ്യം, അവകാശം കിട്ടാൻ വേണ്ടി ബ്രദറെ ഞാൻ എന്നാ ചെയ്യേണ്ടത്? കരയനോ? നിങ്ങളുടെ പിതാവിന്റെ വീട് കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്ര ദിവസം കരഞ്ഞുകൊണ്ടാ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ പേരിലേക്ക് ആധാരം എഴുതി തന്നു എന്ന് പറഞ്ഞ് എത്ര പേര് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാണ്, അല്ലെ കരഞ്ഞു പറഞ്ഞപ്പോഴാണ് പിതാവ് ആ വീടിന്റെ ആധാരം എഴുതി തന്നെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ കൂട്ടത്തിൽ? ഇല്ല. കണ്ടോ? അവകാശം നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് വ്യത്യാസം. പക്ഷെ ഇപ്പോൾ പലരും കേട്ട് പഠിച്ചിരിക്കുന്ന ദാസന്മാരുടെ സുവിശേഷമൊന്നും പറയത്തില്ല, ദാസന്മാരുടെ വചനങ്ങൾ കേട്ട് അത് ബൈബിളിൽ പറഞ്ഞു നോക്കിയേ, നിങ്ങളെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വെച്ചിരുന്നു. അതുകൊണ്ട് തൊട്ടുമുളത്ത വാക്യത്തിൽ പറഞ്ഞു നോക്കിയേ, ശിശുപാലകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കരുണയ്ക്ക് വേണ്ടിയാ ജനം നിലകൊണ്ടിരുന്നത്. അന്ന് നിങ്ങൾ പുത്രനല്ല, ദാസന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ കേട്ടത്, അവിടെ എന്ത് സംഭവിച്ചു? ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ നിലവിളിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് കരുണ തോന്നി അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രദറെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾക്കകത്ത് ഇപ്പോഴും പരിഹാരങ്ങൾ കിട്ടാതെ വരുന്നത്? നല്ല ചോദ്യമല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഗലാത്യ ലേഖനത്തിന്റെ 4:1 നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താണ്? നീ ശിശുവായിരിക്കുന്നിടത്തോളം അവകാശി സർവത്തിനും യജമാനനാണ്, എങ്കിലും ദാസനായിരിക്കുന്നിടത്തോളം കാലം, നോക്കിക്കേ, ദാസനായിരിക്കുന്നിടത്തോളം കാലം ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. ഇവിടെയാ പ്രശ്നം. അവകാശിയാണെന്ന് അറിയാം, പക്ഷെ നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ദാസനെ പോലെയാ. അവകാശി എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുക, അപ്പാ എനിക്ക് എന്നെപ്പറ്റി ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും അത് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഭയം വരുന്നു, മാറുന്നില്ലല്ലോ. ചോദിക്കങ്ങോട്ട്, ചോദിക്ക് പിതാവേ, എന്തുകൊണ്ട് ഇത് മാറുന്നില്ല ഞാൻ വിശ്വസിച്ചിട്ട്? അപ്പൊ പിതാവിന്റെ ഒരു മറുപടി ഉണ്ട്, നീ അവകാശിയാണ്, നിനക്കുള്ളതാണ്, നിനക്കത് അറ്റസ്റ്റ് ചെയ്ത് തന്നിരിക്കുന്ന സ്ഥലമാണ് കാൽവരി ക്രൂശ്. യേശു പറഞ്ഞില്ലേ, ഈ അപ്പം നുറുക്കുകൾ, ഈ അപ്പം ഈ നായ്ക്കുട്ടികളിലേക്ക് വീഴുന്ന എപ്പോഴാ? ഇത് നുറുക്കപ്പെടുമ്പോൾ. മേശയിൽ നിന്നും വീഴുന്ന അപ്പ നുറുക്കുകൾ എപ്പോഴാണ്? നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം താഴേക്ക് വീഴുന്നത് എപ്പോഴാ?
നിങ്ങളിപ്പോ ഒരു ദോശ കഴിക്കുവാന്ന് വിചാരിച്ചു, ആ ദോശ എപ്പോഴാ താഴേക്ക് വീഴുന്നത് മേശയിൽ നിന്ന്? ആ, അത് മുറിക്കുമ്പോഴാണ് താഴേക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ള ദോശ കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ താഴേക്ക് പോകത്തില്ല. എപ്പോഴാണോ അത് മുറിച്ച് നിങ്ങൾ കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിന് താഴേക്ക് പോകും. യേശു പറഞ്ഞു, അപ്പമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാകുന്നു. ഒരിക്കൽ ഇത് ക്രൂശിൽ തകർക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ അപ്പം നുറുക്കപ്പെടുന്നു. ഈ നുറുക്കപ്പെടുന്ന അപ്പത്തിൽ കോട്ടയത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും പാലക്കാടും കോഴിക്കോടും കണ്ണൂരിരിക്കുന്ന ആൾക്കാർ പറയും, യേശുവിനെ കൈക്കൊണ്ട് കർത്താവിന്റെ രക്ഷിതാവെന്ന് വിശ്വസിക്കുന്ന ഏവരും ഉടനെ ഈ അപ്പത്തിന്റെ അംശികളായി മാറിയിരിക്കും. ഇതാണ് കർത്തൃമേശ എന്നൊക്കെ പറയുന്നത്. തിരുവത്താഴം കൊണ്ടുവരുമ്പം ഈ ഒരു ഉറപ്പോടെ വടം കഴിക്കും, ഞാൻ എൻ്റെ അവകാശത്തിന്റെ അപ്പമായി വരുന്നത്. ആമേൻ. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിഷയത്തെ നോക്കിയിട്ട് പറയണം, ഈ വിഷയത്തിന്റെ മേൽ യേശു ക്രിസ്തുവിലൂടെ ഞാൻ അവകാശിയാണ്. ഇനി അടുത്തൊരു വാക്കുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാവേ. 1 കൊരിന്ത്യർ ലേഖനം 13:11 വാക്യം നോക്കിയേ. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. എന്താണ് ശിശു എന്ന് പറഞ്ഞത്? കുഞ്ഞുനാളിൽ അപ്പനും അമ്മയ്ക്കും ഒരു കാറോ ബൈക്കോ ഉണ്ടായിരുന്നു. കുഞ്ഞായിരുന്നപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്തു? വാശി പിടിച്ചു, ഈ കാറിൽ എനിക്ക് കയറണം. അച്ഛനും അമ്മയും പറഞ്ഞു, നീ ഓടിക്കാറായിട്ടില്ല, നീ കൊച്ചാണ്, മാറി നിൽക്കാൻ പറഞ്ഞല്ലേ. അപ്പൊ കുഞ്ഞുങ്ങൾ കരയും, അയ്യോ അപ്പൻ എന്തൊരു ദുഷ്ടനാണ്, കാർ ഓടിക്കാൻ തന്നില്ല. അപ്പൊ ശിശുവിനെ പോലെ നിങ്ങൾ കരഞ്ഞല്ലേ, അയ്യോ എനിക്ക് അപ്പം കാറ് തന്നില്ല, എന്തൊരു ദുഷ്ടനാണ് എൻ്റെ പിതാവ്, എന്നെ വണ്ടിയെ കയറ്റി എനിക്ക് ബൈക്ക് ഓടിക്കാൻ തന്നില്ല. അന്ന് നിങ്ങളുടെ ചിന്ത മൊത്തം ശിശുവിനെ പോലെയാണ്. ഇതെനിക്കുള്ളതാണോ? കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എനിക്കൊരു മറുപടി കിട്ടുമോ? എൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കുമോ? അന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ഒന്നുകൂടെ വളർന്നില്ലേ? വചനം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ, അയ്യോ ഇതൊക്കെ എൻ്റെ അവകാശമായിരുന്നു. കണ്ടോ, ഇന്നലെ വരെ ഓർത്തെന്നറിയാവോ, നമ്മളൊക്കെ ഒന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല, നമുക്കൊന്നും കിട്ടാൻ പോകുന്നത്. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് ദൈവത്തിന്റെ വലിയ കൃപയോടെ നമുക്കിത് തുറന്നു തരുന്നത്. കരുണയും കൃപയും ചേർന്നൊരു അൺമെറിറ്റബിൾ ഫേവറാണ്. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ പ്രസംഗമൊക്കെ, സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ദേവദാസൻ, അത് എൻ്റെ കൂടെയുള്ള ചെറിയ സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം അവർ കൺവെൻഷൻ വെച്ചു, കോട്ടയത്ത് വലിയൊരു കൺവെൻഷൻ വെച്ചു. അപ്പം എനിക്ക് ഈ ദേവദാസനോട് നല്ലൊരു ബന്ധമാണ്, നല്ല സ്നേഹബന്ധമാണ്. അപ്പം എന്നോട് അപ്പം മിക്ക ദിവസങ്ങളിലും അവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. സുവിശേഷം പറയാൻ ദൈവം അവസരം തരുന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ ഒരു കൺവെൻഷനിൽ എൻ്റെ വേറൊരു ബ്രദറിനെ വിളിച്ചത്. അപ്പം ഈ വേറൊരു ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല, അവർക്ക് എന്തോ ഇത്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞതായിരുന്നു നിഖിൽ ബ്രദറിനെ വിളിച്ചു. അപ്പം എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എല്ലാവരും പറഞ്ഞതായിരുന്നു നിഖിൽ ബ്രദറിനെ വിളിച്ചാൽ മതി, പക്ഷേ പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങളത് വിളിച്ചത്, ഒന്നും തോന്നരുതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഞാൻ എപ്പോഴും പറയത്തില്ല, എനിക്ക് അവസരം തരുന്നത് നിങ്ങളല്ല, ദൈവമാണ്. എനിക്ക് ഒരു സങ്കടവും ഇല്ല. നിങ്ങൾക്കിപ്പം ഒരു കൺവെൻഷൻ തന്നില്ലെങ്കിലും 100 കണക്കിന് കൺവെൻഷൻ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക. എനിക്ക് ഒറ്റ വാക്ക് കേട്ടാൽ മതി. അവർ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിഖിൽ ബ്രദറിനെ വിളിക്കണ്ട, ഇന്ന ആളെ വിളിച്ചാൽ വന്ന്. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്കെന്നാ കുഴപ്പം? ഇനി നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ചുമ്മാ ഞാൻ വന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതല്ലാതെ ഗുണമൊന്നുമില്ല. ആമേൻ. മെച്യൂരിറ്റി നമുക്ക് വേണം. എനിക്ക് ആദ്യകാലം മുതലേ കൃപയാ കേട്ടോ. അന്നൊരു കാര്യം മനസ്സിലായി, അവസരം ദൈവം തരുന്നതാ, ഉയർത്തുന്നത് ദൈവമാ, മാനിക്കുന്നത് കർത്താവാ. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതിയെന്നേ, അവസരമൊക്കെ ദൈവം തരും. ചിലർ പറയും ആരും വളർത്തത്തൊന്നുമില്ല, നിങ്ങൾ എന്തിനാ അവർ വളർത്തുന്നു കിടക്കുന്നത്, എന്നെ ആരും വളർത്തുന്നില്ലെന്നൊക്കെ ചിലർ പറയും. എനിക്ക് ചിരിയാ വരുന്നത്. അപ്പോസ്തലനായ പൗലോസ് വന്ന്, അപ്പൊല്ലോസ് നട്ടു, പൗലോസ് നനച്ചു. വളരണമെങ്കിൽ ദൈവം വിചാരിക്കണം. ആണോ അല്ലയോ? ദൈവം വിചാരിക്കണം. അപ്പൊല്ലോസിന് നനയ്ക്കാനും പൗലോസിന് നടാനേ പറ്റത്തുള്ളൂ. വളർത്തുമാറാക്കുന്നൊരു കർത്താവ് ഉണ്ടെന്ന് അറിയണം. ദൈവം നമ്മൾ വളരണം. ആരെങ്കിലും കൂടോത്രം ചെയ്താലോ ആഭിചാരം ചെയ്ത് നിങ്ങൾക്കെതിരെ അസൂയ വന്ന് ഇനിയിപ്പം ഞാൻ കൂടോത്രം ചെയ്തിട്ട് ബിരിയാണി കൊണ്ടു തന്നാലും മാറി വരച്ച് സ്വോത്രത്തോടെ കഴിച്ചോണം.
ചിലർക്ക് പേടിയാ. ഞാൻ പറഞ്ഞില്ല, ഇന്നാളൊരു പറഞ്ഞതുപോലെ ഒരു അമ്മാമ്മ കൊണ്ടുവന്ന് ഇറച്ചി മീനും മുട്ടയെല്ലാം മേടിച്ച് ഒരു ദേവദാസന് കൊടുത്തപ്പോഴേക്കും അത് മേടിച്ച് കൈ വെച്ചിട്ട് അവർ പോയ പുറകെ എടുത്ത് നേരെ പറമ്പിലോട്ട് എറിഞ്ഞു. നല്ല ഒന്നാന്തര ഇറച്ചി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതന്നെ എറിഞ്ഞു കളഞ്ഞത്? അവരൊക്കെ എവിടെ നിന്നൊക്കെ കൊണ്ടുവരും നമുക്കറിയാൻ പറ്റും. കൈവശം അതിൻ്റെ അകത്തുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്വോത്രത്തോടെ ഭക്ഷിക്കുന്നതെങ്കിൽ ഒന്നും ഒരു ദോഷവും ഇല്ല. അപ്പൊ ഈ അറിവില്ല. ഞാൻ അവരെ വിമർശിക്കുക കളിയാക്കുക ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ വളരണം, അല്ലെ കുഴപ്പമെന്നറിയോ? നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോകും. ശിശുവിന്റെ കുഴപ്പമെന്നറിയോ? വീടിന്റെ അപ്പുറത്തേക്ക് ഒരു ലോകമില്ല. നമുക്ക് വളരണ്ടേ? അനുഗ്രഹം അനുഭവിക്കാൻ വിളിച്ചിരിക്കുക. നമ്മളെ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കാൻ വിളിച്ചിരിക്കുക. അനേക ജാതികളെ സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും പിശാചിന്റെ മേൽ ജയമെടുക്കുവാനും യേശു നമ്മളെ അഭിഷേകം ചെയ്ത് അവകാശിയാക്കിയിട്ടിരിക്കുക. നമ്മൾ സ്റ്റക്കാകരുത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കൈവച്ച് നിങ്ങളെപ്പോൾ എൻ്റെ തലമുറകൾ, ഊനമില്ലാത്ത തലമുറയെ ദൈവം തരും. തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് എന്താ പറയുന്നത്, ജനറ്റികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യരുത്. എല്ലാ ദിവസവും കൈവെക്ക്. യേശു വില കൊടുത്താന്ന് പറ, യേശു വില കൊടുത്താന്ന് പറ, യേശു വില കൊടുത്താന്ന് പറ. അവകാശിയാണ് നിങ്ങൾ, അവകാശി. ഇപ്പം മനസ്സിലായോ? അപ്പൊ ഇനി എന്നെ ആരും വിമർശിച്ചുകൊണ്ട് മെസ്സേജ് അടരുതേ, ബ്രദറെ അങ്ങനെയൊന്നും അല്ല. കരഞ്ഞ് 100,000 വാക്യമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് പഴയ നിയമത്തില്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കൊണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം അവിടുന്നേ ഉള്ളു വാക്യം. ഞാൻ പഴയ നിയമം വേണ്ടെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പഴയ നിയമം നമുക്ക് മനസ്സിലാക്കാൻ വേണം. നാളെ മുതൽ പറയരുത്, ബ്രദർ പറഞ്ഞ് പഴയ നിയമം മൊത്തം കീറിക്കളഞ്ഞോളാം എന്നൊന്നും പറഞ്ഞ് ആരും വരല്ലേ. മനസ്സിലാക്കണം. ഈ ഒറ്റ വാക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ദാസനല്ല, പുത്രനാണ്. ഈ വാക്ക് പുതിയ പഴയ നിയമത്തിലില്ല. ഒരു സ്ഥലത്ത് പോലും ദൈവത്തിന്റെ പുത്രനായ മോശയെന്നോ അബ്രഹാമെന്നോ ദാവീദെന്നോ പറഞ്ഞില്ല. എന്റെ ദാസനായ മോശ, എന്റെ ദാസനായ അബ്രഹാം. എന്നെ കർത്താവെ പുത്രനെ വിളിക്കാത്തത് പുത്രനല്ലാത്തത് കൊണ്ടാണ്. അതന്നെ പുത്രനാകാത്തത് കൊണ്ട്. പുത്രത്വം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് പാപത്തിന്റെ ശക്തി തകർത്ത് പുത്രന്റെ ആത്മാവിനെ, അപ്പോസ്തല പ്രവൃത്തി പറയുന്നു, യേശു ക്രിസ്തു ഉയർത്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ചെന്ന് ആത്മാവെന്ന വാഗ്ദത്തം ദൈവത്തിൽ നിന്നും വാങ്ങി തരണം. അതുവരെ ദാസനാണ്, അതുവരെ കരയണം, അതുവരെ നിലവിളിക്കണം, അതുവരെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ പുത്രനെങ്കിലോ നീ അവകാശിയാണ്. ഇതാണ് യേശുവിന്റെ ക്രൂശിന്റെ ശക്തി എന്ന് പറയുന്നത്. കാൽവരി ക്രൂശിന്റെ ശക്തിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പുത്രനാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും മഹത്വം മുഴുവനും കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവിനുള്ളതാണ്. യേശുവിനെ ഉയർത്തണമെന്ന് ബൈബിളിൽ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? ഇത്രയും വലിയൊരു പദവി ലഭിച്ചപ്പം ഇനി കരയാൻ തോന്നുമ്പോ, ദൈവസാന്നിധ്യം വരുമ്പോ കരഞ്ഞോ? നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവസാന്നിധ്യം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞോ? കർത്താവേ എന്നോട് കരുണ തോന്നണപ്പാ. ദൈവസാന്നിധ്യം വരുമ്പോൾ നിലവിളിക്കും, നിങ്ങൾ പാറിക്കോ, നിങ്ങൾ സന്തോഷിക്ക്, ചിരിക്ക്, കരച്ചിൽ വന്ന കരയ്. പക്ഷേ കരഞ്ഞുകൊണ്ട് കർത്താവേ എൻ്റെ കൊച്ചിന്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് കരുണ തോന്നണേ. അല്ല പ്രിയരെ, യേശു എനിക്ക് വേണ്ടി ധൈര്യത്തോടെ പറ, എൻ്റെ കൂടെ പറഞ്ഞ്, യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഞാൻ അവകാശിയാണെന്ന് പറ. അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഇത് മണ്ടത്തരമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്കും ഇത് ദൈവത്തിന്റെ ശക്തിയാന്ന് പറയാൻ കാരണം. ഇത് തിരിച്ചറിയണേ. ക്രൂശിന്റെ വചനമാണ് എൻ്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് ദൈവം അനുവദിച്ചാൽ പിന്നെ നമുക്ക് ഈ വചന ഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഒരു സംശയം അകത്ത് വന്നോ? ഈ വിഷയം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂട്യൂബിലൊക്കെ കാണുന്നവര് ചാടിക്കേറി നിങ്ങൾ വിമർശിക്കാൻ വരുന്നതിന് മുമ്പ് ആദ്യം മുതൽ ഈ വാക്യം ഒന്ന് കേൾക്കുക. ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ പണ്ട് നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു സംശയങ്ങൾ ചോദിക്കാൻ തക്കവണ്ണം പണ്ട് ഒരു പ്രാവശ്യം നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു സന്ദർഭം നമുക്ക് ഒരുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കൃപകൾ. നിങ്ങൾ വളരണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രദർ നിന്നുകൊണ്ട് പ്രവചനാലോചനകൾ പറയുന്ന തലത്തിൽ നിന്നും നിങ്ങളിലേക്ക് ആ ഒരു തലങ്ങളെ വരുന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ആക്കി വെച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ നിങ്ങളെ വളർത്തുക എന്നതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യമല്ല, ദൈവത്തിന്റെ ലക്ഷ്യം.
അപ്പൊ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കേ. അപ്പൊ ഇന്ന് മുതൽ ബൈബിള് വായിക്കണേ. പ്രത്യേകിച്ച് പുതിയ നിയമം, ലേഖനങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മാത്രമല്ല, ഗലാത്യർ, കൊരിന്ത്യർ, എഫേസ്, ഈ ലേഖനങ്ങളൊക്കെ, പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. എന്നിട്ട് ഒരു സ്ഥലത്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ബ്രദർ അതുകൊണ്ട് ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴാണ് വിടുതൽ നടന്നതെന്ന് ഒരു വാക്യം കാണിക്കാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയത്തില്ല. യഹൂദന്മാരായ ശിഷ്യന്മാര് ഒരു സ്ഥലത്ത് പോലും എഴുതാൻ ദൈവം സമ്മതിച്ചില്ല. അവർക്ക് നമ്മളെപ്പോലും അറിവുണ്ട്. പിതാക്കന്മാര് കരഞ്ഞു പ്രാർത്ഥിച്ച അറിവ് അവർക്കുണ്ട്. എന്തുകൊണ്ട് അവരത് എഴുതാഞ്ഞത്? മലയാളിയല്ല അവിടെ എഴുതിയേക്കുന്നത്, യഹൂദന്മാരായ കുഞ്ഞുനാള് മുതലേ കേട്ടും കണ്ടും അറിഞ്ഞും പഠിച്ചവർ എഴുതി വെച്ചു, നീ അവകാശിയാണ്, നീ അവകാശിയാണ്, ദാസനല്ല പുത്രനത്ര. ഞാൻ നാളെ ചോദിക്കേ, ഇവിടുന്ന് നിങ്ങൾ നമ്മുടെ നാളെ ഞാൻ എന്താണ് കേട്ടതെന്നുള്ള, ഇന്നലെ എന്താ കേട്ട വചനം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെയാണ്, നീ ദാസനല്ല പുത്രനത്ര. നമ്മൾ അവിടുന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നവരെങ്കിൽ, നിങ്ങൾ ചിലപ്പം ഒറ്റപ്പെട്ട് നിൽക്കുമായിരിക്കാം. ആശ്രയം ആരുമില്ലാതെ എല്ലാവരാലും തള്ളപ്പെട്ടും തഴയപ്പെട്ടും നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങൾ ഒതുങ്ങിപ്പെട്ട് ജീവിക്കുമായിരിക്കും അല്ലേ? നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. യേശു നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത് മൊത്തം മേടിച്ചു തന്നിരിക്കുക, അവകാശത്തിലേക്ക് തന്നിരിക്കുക. അവകാശിയാണ് നിങ്ങൾ. സമാധാനം നിങ്ങൾക്കുള്ളതാണ്, സൗഖ്യം നിങ്ങൾക്കുള്ളതാണ്. കടഭാരമല്ല നിങ്ങളുടെ അവകാശം. കർത്താവിന്റെ വചനം പറയുന്നു, സമൃദ്ധിയാണ് എൻ്റെ അവകാശം, ഉയർച്ചയാണ് എൻ്റെ അവകാശം, സന്തോഷമാണ് എൻ്റെ അവകാശം, എൻ്റെ തലമുറകളുടെ അനുഗ്രഹം. ബൈബിളിൽ എന്നെ അതിനെല്ലാം യേശു അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ഇനി ശിശുവിനെ പോലെ ചിന്തിക്കാതെ, ശിശുവിനെ പോലെ എങ്ങനെ ചിന്തിക്കുന്നത്? അയ്യോ കർത്താവേ, എൻ്റെ കൊച്ചിന്റെ വിഷയം എൻ്റെ കർത്താവേ, ഇവൻ രക്ഷപ്പെടുമോ? ഞാൻ ഗതി പിടിക്കുമോ? ഞാൻ നേരെയാകുമോ? എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുവോ? എൻ്റെ കുടുംബം രക്ഷപ്പെടുവോ? എൻ്റെ ജീവിതം നന്നാകുമോ? ഇതാണ് ശിശു. ശിശുവിനെപ്പോഴും ആകുലതയാ. അവകാശിയോ? അയ്യോ അല്ലല്ലല്ല, എൻ്റെ യേശുവേ എനിക്ക് വേണ്ടി ഇതെല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വരും, അതെല്ലാം വരും. ഈ ദിവസങ്ങളിൽ ഞാൻ വളരാൻ വേണ്ടി പോവാ. അതിനുവേണ്ടി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചാൽ വളരാൻ വേണ്ടി പോവാ. എന്തിനാണെന്നറിയാവോ? ഈ അവകാശങ്ങളെ മുഴുവനും എനിക്ക് വേണം. തീരുമാനിച്ച് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്നും ജയം വേണം. എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കുത്തുകാഴ്ചയായി, ഒരു നിന്നാപാത്രമായി ജീവിച്ചാൽ പോരാ. എനിക്ക് ഉയരണം. ഒന്ന് തീരുമാനിച്ച് എനിക്ക് ഉയരണം. വിളിച്ചു പറ, എനിക്ക് ഉയരണം. എനിക്ക് എൻ്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. എനിക്ക് സൗഖ്യമാകണം. എനിക്ക് അത്ഭുതം വേണം. എനിക്ക് ജീവിതത്തിൽ സമാധാനം വേണം. എൻ്റെ തലമുറകൾ സാക്ഷിയാകണം. എൻ്റെ കുടുംബത്തിൽ യേശുവിന്റെ നാമത്തിൽ എനിക്ക് ഉയരണം. ഒന്ന് തീരുമാനിച്ചേ, ഒന്ന് വിളിച്ചു പറഞ്ഞ, യേശുവിന്റെ നാമത്തിൽ ഞാൻ വളരാൻ വേണ്ടി പോവുക. ഈ ദിവസങ്ങളിൽ ഞാൻ വചനം എന്ന ഇനി മുതൽ ശ്രദ്ധിച്ചു, ഇന്നുമുള്ള മുഴുവൻ വചന സീരീസുകളും അവകാശിക്ക് വേണ്ടിയുള്ള ഇതിന്ന് മുതൽ പെട്ടെന്ന് ഇടയ്ക്ക് റിവേഴ്സ് എടുക്കുവേ. ഇന്ന് നമ്മളെടുത്ത ക്ലാസിന്റെ ഈ എല്ലാ ദിവസവും ഇവിടെ നമ്മൾ തുടങ്ങാൻ വേണ്ട, ദാസനല്ല പുത്രന. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളെ ചേർത്ത് പറയണേ. ഇനി നീ ദാസനല്ല, വേണമെന്ന് നോട്ട് ചെയ്തു. ഇനി തുടങ്ങുന്ന എല്ലാ സീരീസുകളിലും നമ്മൾ ഇത് ഇവിടം വെച്ചാൽ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നോക്കി 7-ാം വാക്യമേ, 4:7. ഇനി നീ ദാസനല്ല പുത്രനത്രേ. ഇവിടെ മുതൽ ചോദിക്കും 4:7 പറയണേ. ഇനി മുതൽ നമ്മൾ ഈ അവകാശങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പോവാം. 4:7 നോക്കി, ആ വാക്യം നോക്കിയ 4:7 നമ്മൾ ഇനി അവകാശങ്ങളെ അനുഭവിക്കാൻ വേണ്ടി പോവാം. അതിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാം. നന്ദി പിതാവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഈ ധന്യ എന്ന് പറയുന്ന ഒരു മകളുള്ള, ശ്രദ്ധിച്ചൊരു മകളുള്ള ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുക. ധന്യ എന്ന് പേരുള്ള ഒരു മകളുള്ള ഒരു കുടുംബം, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ എന്നെ കേൾക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പറഞ്ഞു. ധന്യ അനീതിയാണ്. പ്രാർത്ഥനയിലുണ്ടോ ആള്? അതോ ഇന്ന് അവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ മേൽ അനർത്ഥം വിട്ടൊഴിഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പാ,
പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. എല്ലാ ബൗണ്ടറികളെയും ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യൂട്യൂബിലെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രാർത്ഥനയുടെ ലിങ്ക് ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ, എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു വാക്ക് പറയും, കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ ദൈവികമായ 2 വിഷയങ്ങളെ സന്തോഷത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. കുര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ, അതിൻ്റെ അകത്ത് കർത്താവ് എന്നെ കാണിക്കുന്നു, നിങ്ങൾക്ക് ഞാനൊരു ഇളം മഞ്ഞ കളറിലെ പെയിന്റ് അടിച്ച ഒരു ഭവനത്തിന്റെ അകത്തു നിന്നും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷ്യമായിട്ട് വരാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇളം മഞ്ഞ കളറിലൊരു പെയിന്റ് അടിച്ച ഒരു ഭവനത്തിൽ നിന്നും ഒരു വ്യക്തി, ദൈവം, നിങ്ങൾക്ക് ആ വീട് അറിയാം, ആ ഒരു ഇളം മഞ്ഞയാണ് ആ വീടിന്റെ പെയിന്റ് ഞാൻ കാണുന്നത്. ആ ഭവനത്തിൽ ഒരു വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷിയാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് ഞാൻ വേർതിരിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആ കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ, സൂമിലാണ് കേൾക്കുന്നതെങ്കിൽ, ലൈവിലാണോ കേൾക്കുന്നത് എനിക്ക് അറിയത്തില്ല, ഇന്നിപ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് ആ കുടുംബം ഏറ്റെടുത്തു. കുര്യന്റെ ഭവനത്തിന്റെ മേൽ, സിസ്റ്ററുടെ ഭവനമാണോ അത്? ആരാ സിസ്റ്ററെ കുര്യൻ എന്ന് പറയുന്നത്? സിസ്റ്ററെ, ഈ ഒരു മഞ്ഞ കളറിൽ, ഇളം മഞ്ഞ കളറിൽ ഒരു പെയിന്റ് അടിച്ചൊരു ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഭവനം കണ്ടതായിട്ട് വല്ല ഓർമ്മയുണ്ടോ? എന്നാൽ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ഭവനത്തിന്റെ അകത്തുനിന്നും ഇളം മഞ്ഞ കളറിലടിച്ച ഒരു ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഇനി അത് നോട്ട് ചെയ്തോണം. നമ്മൾ ആരും അങ്ങനെ ചിലപ്പോൾ വീടിന്റെ കളറോ പെയിന്റോ ഒന്ന് നോട്ട് ചെയ്യുന്നവരൊന്നും അല്ലല്ലേ. പക്ഷെ ഇനി മുതൽ ശ്രദ്ധിച്ചോണേ, കർത്താവിന്റെ നാമത്തിൽ ആ ഒരു ഭവനത്തിൽ നിന്ന്, ചിലപ്പോൾ അയൽവക്കത്തിലെ ആയിരിക്കാം, ഏതെങ്കിലും വീട്ടിൽ നിന്നായിരിക്കാം, ഇളം മഞ്ഞ കളർ, കടുമഞ്ഞയല്ല, ഇളം മഞ്ഞ കളറിലെ പെയിന്റ് അടിച്ച ഒരു ഭവനത്തിൽ നിന്നും ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷ്യം, 2 സന്തോഷ വാർത്ത കേൾക്കും. ദൈവത്താൽ അതൊരു അത്ഭുതകരമായി തന്നെ മാറും. ആ വ്യക്തിയല്ല അനുഗ്രഹം, ആ വ്യക്തി മുഖാന്തിരമാണ് ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ഈ ദിവസങ്ങളിൽ ഇതൊന്ന് എഴുതി വെച്ചോണം, കാത്തിരുന്നോണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു വീടിന്റെ മുൻവശത്തായിട്ട് ആ ഒരു തത്തമ്മയുടെ കൂട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ അതിൻ്റെ തത്തമ്മയില്ല, പകരം ഇപ്പൊ അത് കൊണ്ടുവന്ന് വീടിന്റെ പുറകിൽ ബാക്ക് വശത്ത് ആ കൂട് മാത്രം തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനം, ഒരു അടയാളമാണ് കർത്താവ് കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു നിരാശ കുടി നിൽക്കുന്ന ഒരു ഭവനമാണ് കാണിക്കുന്നത്. എപ്പോഴും നിരാശ, എപ്പോഴും ആ കുടുംബത്തിന്റെ അകത്തുണ്ട്. എപ്പോഴും ഒരു നനഞ്ഞ അവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെത്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുവാണ്, ആ കുടുംബത്തിന്റെ മേൽ ദൈവികമായ സമാധാനം വരാൻ വേണ്ടി പോവുക. നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ വേണ്ടി പോവുക. ദൈവം നിങ്ങളെ അവിടുന്ന് പണിതെടുക്കാൻ വേണ്ടി പോവുക. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ അടയാളമുള്ളത് ആരാണോ, സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ദൈവിക ആലോചന സ്വീകരിച്ചോണം. ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ ശൂന്യമായ അവസ്ഥകളും മാറാൻ വേണ്ടി പോവാം. ശൂന്യമായ അവസ്ഥകൾക്കകത്തുനിന്നും കർത്താവിന്റെ പ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. അത്ഭുതകരമായ പ്രവർത്തിക്കായിട്ട് നന്ദി പറയുന്നപ്പ. അത്ഭുത സാക്ഷ്യം ഇന്ന് അവിടെ തുറക്കട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. ആമേൻ പറഞ്ഞ് ആലോചനയെ സ്വീകരിച്ചു. ദൈവത്തിന്റെ വലിയ മഹത്വത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി പിതാവേ. യേശുവിന്റെ നാമത്തിൽ പറയാനുള്ളവരല്ലാതെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ആലോചന ഇടപെടുന്നവര് സൂമിലാണെങ്കിൽ, നിങ്ങളോടാണ് ഇത് ഇടപെടുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നന്ദി യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എല്ലാവരെയും ഒരു നിമിഷം മ്യൂട്ട് ചെയ്തോട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ.
ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനത്തിന്റെ അകത്തൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പിതാവിന്റെ ഒരു ഭവനമാണ്. ഒരു പിതാവിന്റെ ഒരു ഭവനം എന്ന് പറഞ്ഞാൽ പിതാവിനെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ പിതാവിനെ കാണിക്കുന്ന സമയത്ത് വീടിന്റെ അകത്ത് കയറി വരുന്ന ഒരു ഹോള് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി ഇടതുവശത്തൊരു മുറിയിലായിരുന്നു ആ പിതാവ് കടന്നിരുന്നത്. പക്ഷെ പിതാവ് അവിടുന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു, മരണത്താൽ മാറ്റപ്പെട്ടു, വാർദ്ധക്യ സഹജമായ രോഗത്താൽ ആ പിതാവ് മാറ്റപ്പെട്ടു. പക്ഷെ ആ പിതാവിന്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കിംഗ് സ്റ്റിക്ക്, അങ്ങനെ പറയാൻ കഴിയത്തില്ല, ഒരു സാധാരണ വടിയാണത്. വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയാൻ കഴിയത്തില്ല, അതൊരു വടിയാണത്. പക്ഷെ അതിപ്പോഴും ആ വീടിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ഈ വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. എന്നാൽ പോലും നമുക്കൊരു പൈസ കൊടുത്ത് മേടിച്ചതല്ല, അല്ലാതെ ഒരു വടി ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു വടി ആ ഭവനത്തിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു ഭയം തളം കെട്ടി നിൽക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ സകല ഭയവും വിട്ടുമാറി യേശുവിന്റെ നാമത്തിൽ. അവകാശിയാണ്, സർവത്തിനും യജമാനനാണ്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, അങ്ങയുടെ ദിവ്യ സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ദിവ്യ സമാധാനം ഇപ്പോൾ തന്നെ അവിടെ തുറക്കട്ടെ. ഞങ്ങൾ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ആ കുടുംബത്തിന്റെ മേൽ അങ്ങയുടെ പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. മൈക്ക് മ്യൂട്ട് ചെയ്ത്. നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റല്ലേ. നിങ്ങളുമായിട്ട് ഈ ആലോചന ഇടപെടുന്നുണ്ടെങ്കിൽ മാത്രം, സൂമിലാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. നന്ദി കർത്താവേ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവിന്റെ വലിയ പറഞ്ഞു. ആമേൻ. അതായത് ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു പറയുകയും ചെയ്തു, വാക്കിംഗ് സ്റ്റിക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന. പക്ഷെ ഇത് അങ്ങനത്തെ അല്ല, ഇതൊരു വടിയാണ് കാണിക്കുന്നത്. സിസ്റ്ററെ, ഭയപ്പാടുകൾ അവിടെ നിന്ന് വിട്ടുമാറി ദൈവത്തിന്റെ വലിയൊരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോകട്ടോ. പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തോണ്ട് ഒരു സ്ഥലം ലഭിക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ ആലോചന എടുത്ത് എഴുതി വെച്ചു. ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോകട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ, വലിയ കൃപകൾക്കായി നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞാനിപ്പോൾ തന്നെ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവേ. ഞാനൊരു എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കനകമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ കനകമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കനകമ്മയായിട്ട് ബന്ധപ്പെട്ട് ജയശ്രീ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. കനകമ്മ എന്ന് പറയുകയും കനകമ്മയായിട്ട് ബന്ധപ്പെട്ട് ജയശ്രീ എന്ന് പറഞ്ഞൊരു പേരുടെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിന്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോകുന്നു. സൂമിലോ ലൈവിലോ എന്നെ വ്യക്തി കേൾക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അങ്ങയുടെ ദിവ്യ സമാധാനം ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ദിവ്യ സമാധാനത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നപ്പ അത്ഭുതകരമായ പ്രവൃത്തി ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ഉണ്ടാകട്ടെ. സകല പ്രതികൂലങ്ങളും മാറട്ടെ, സകല പ്രതിസന്ധികളും നീങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നപ്പ ദിവ്യ സമാധാനം അവിടെ ഉണ്ടാകുന്നതിന് നന്ദി പറയുന്നപ്പ. അങ്ങ് ആ ഭവനത്തെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പ. സകല വിഷയത്തിന്റെ മേലൊന്നും ആ വ്യക്തികളെ കർത്താവ് അങ്ങ് വിടുവിക്കുന്നല്ലോ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം ദൈവം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ ഓൾട്ടോ, മാരുതിയുടെ ഒരു ഓൾട്ടോ കാറാണ്. റെഡ് കളറിലെ ഒരു ഓൾട്ടോ കാറ് കർത്താവിന്, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഒരു റെഡ് കളറിലെ ഓൾട്ടോ കാറ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വണ്ടി അവിടെ നിന്ന് മാറിയിട്ട് പകരം ഇപ്പൊ വേറൊരു വണ്ടിയാണ് ആ ഭവനത്തിൽ ഇപ്പൊ കിടക്കുന്നത്. ഒരു അടയാളമാണ് ആ ഭവനത്തെ അറിയാൻ വേണ്ടി.
ഓൾട്ടോയുടെ റെഡ് കളറില്ല, മാരുതി ഓൾട്ടോ എന്ന് പറഞ്ഞൊരു കാറുണ്ടല്ലോ, അതിൻ്റെ റെഡ് കളർ വണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറി ഇപ്പം വേറൊരു വണ്ടിയാണ് അവിടെ വീട്ടിൽ കിടക്കുന്നത്. അത് മാറുന്നതിന് മുമ്പ് ഞാൻ ആ കാറിൻ്റെ അകത്ത് ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്ര ആ ഒരു ഭവനത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ആ ഭവനത്തിൻ്റെ അകത്ത് ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി നിരാശയിലേക്ക് പോയൊരു ഭവനമാണ്. എന്നാൽ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്ത് പല സമയങ്ങളിലും ഓരോരോ പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നൊരു ഭവനമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവെ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ആ ഭവനത്തിൻ്റെ മേൽ സാമ്പത്തിക കുരുക്കുകൾ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം ഉണ്ടായ തകർച്ചകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ വലിയ സമാധാനവും സമൃദ്ധിയും അവിടെ ഉണ്ടാകട്ടെ. ഞാനിപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ യേശുവിന്റെ നാമത്തിൽ വലിയ സമാധാനം അവിടെ ഉണ്ടാകട്ടെ. ഈ സൂമിലാണ് എന്നെ അത് കേൾക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുക. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി സംസാരിക്കുക. ബാക്കി ആരും യേശുവിന്റെ നാമത്തിൽ മ്യൂട്ട് മാറ്റരുതേ. നന്ദി കർത്താവേ. നിങ്ങൾക്ക് ആ വണ്ടിയെ പറ്റി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം പിള്ളേരോട് ചോദിക്കുക, ഇത് കേൾപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് ചെയ്യുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു. എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ. ഒരേപോലെ എല്ലാവരും മ്യൂട്ട് മാറ്റിയാൽ ശരിയാകത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ, കർത്താവായ യേശുവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. അത്ഭുതകരമായ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടും. എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ രോഗികൾക്ക് വേണ്ടി എന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ച് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെന്ന് പറഞ്ഞ്, എൻ്റെ യേശു എന്നെ ദാസനല്ല, ഞാൻ കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ. എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതാണ്. കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു. എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്. ഞാൻ അത്ഭുതത്തിന് അവകാശിയാണ്. ദൈവനാമം മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നല്ലോ. കർത്താവിനുള്ള ആരോഗ്യം എനിക്ക് വെളിപ്പെടുന്നല്ലോ. കർത്താവിന്റെ സമാധാനം എനിക്ക് വെളിപ്പെടുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഞങ്ങളുടെ വലിയ മഹത്വത്താൽ അങ്ങനെ നിറയ്ക്കുന്നല്ലോ, ആരോഗ്യത്താൽ എന്നെ നിറയ്ക്കുന്നല്ലോ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ കടന്നു പോകുന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവെ, അങ്ങ് ഞങ്ങളെ ഇപ്പോൾ സമൃദ്ധിയിലേക്ക് അവകാശിയായിരിക്കുന്നു. മിറക്കിൾ മണി ഉണ്ടാകട്ടെ, മിറക്കിൾ മണി ഉണ്ടാകട്ടെ. യേശുവിന് അവരുടെ അവകാശങ്ങൾ തുറന്നു വരട്ടെ. അത്ഭുത രോഗസൗഖ്യം ഇപ്പോൾ ശരീരത്തിന് മേൽ കൽപ്പിക്കുന്നപ്പ ഈ ദിവസങ്ങളിൽ അവരുടെ ബിസിനസ് വർദ്ധിക്കട്ടെ അപ്പ. ആ കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിച്ച് വായ്പ മേടിക്കുന്ന അവസ്ഥ ബൈബിളിൽ ഇല്ലപ്പാ. നീ വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുമെന്ന വചനം പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആരോഗ്യം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ഭാവി തുറക്കട്ടെ. യേശു അവരുടെ പഠനത്തിലോ ജോലിയിലോ ബിസിനസ്സിലോ എവിടെ ആയിക്കോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, അവർ യേശുവിന്റെ മക്കളെ പോലെ ശോഭിക്കട്ടെ, ദൈവ പൈതലങ്ങളെ പോലെ ശോഭിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ ഈ സമയത്ത് ആ ഷുഗറോ പ്രഷറോ ഏത് രോഗമായിക്കോട്ടെ കൈയെടുത്ത് വെച്ചിട്ട് പറ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരിക. എൻ്റെ ബ്ലഡിലെ കൗണ്ടുകൾ ഞാൻ പിടിച്ചു കെട്ടുകയാണ്. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം അവകാശമായിരിക്കുന്നു, അത്ഭുതം അവകാശമായിരിക്കുന്നു, സമൃദ്ധി എനിക്ക് അവകാശമായിരിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തികളുടെ മേൽ അത് പകരുന്നപ്പ സൗഖ്യത്താലും അത്ഭുതത്താലും ആരോഗ്യത്താലും സ്വർഗം ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ. ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ കർത്താവ് ഓരോ വ്യക്തികളെ തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുന്നല്ലോ, വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് നിങ്ങളുടെ ശരീരം ഒന്ന് ചെക്ക് ചെയ്തേ. ആ വേദനകളോ രോഗങ്ങളോ അവിടെ ഇല്ല. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ നിങ്ങൾ കേൾക്കുന്നവർ ചെക്ക് ചെയ്താട്ടെ. തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ നോക്കിക്കാട്ടെ, തപ്പി നോക്കട്ടെ. മുഴകൾ അവിടെ നിന്ന് മാറിയിരിക്കുന്നു. ആ അക്കൗണ്ടുകൾ ചെക്ക് ചെയ്താട്ടെ. മിറക്കിൾ മണികൾ അവിടെ ഉണ്ടായിരിക്കുന്നു.
നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങൾ ഉള്ളവർക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്ന പോലെ തന്നെ വിതയ്ക്കുന്നവൻ കൊയ്യും. യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ വിതച്ചത് മനുഷ്യന്റെ വയലിലേക്കല്ല വിളിക്കും, ദൈവരാജ്യത്തിലാണ്. 100 മേനി കഴിയും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, വർധനവിന് നന്ദി കർത്താവേ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഐശ്വര്യവും സമ്പത്തും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകും. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പുറകെ വന്നിരിക്കും. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്ക് നന്ദി. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാ വിഷയമല്ല, ഈ സമയത്ത് സംശയങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്യത്തിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. സമയം മുന്നോട്ട് പോയേ. സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞോ. വേദനയൊക്കെ നിന്നോ? ഇപ്പൊ വേദനയുണ്ടോ മോക്ക്? ആമേൻ. കർത്താവ് കുഞ്ഞിനെ സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. മോള് പറഞ്ഞ പോലെ വീഴ്ച നിമിത്തം നീരുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി മൊത്തവും പറഞ്ഞുകൊണ്ടിരുന്നു, സൗഖ്യത്തിനെ പറ്റി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നീരുമില്ല, വേദനയില്ല. പൂർണ്ണ സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിന്. ഗോഡ് ബ്ലസ് യു മോളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയും? ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഒരാൾ പറയുമ്പോൾ ഞാൻ മറ്റൊരാളെ മ്യൂട്ട് ചെയ്യുവേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഏറ്റെടുത്തു വെച്ചിട്ട് കർത്താവ് ഇന്ന് ആ മകളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തെ, മോളെ മാത്രമല്ല, ആ കുടുംബത്തിന്റെ അവസ്ഥ ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ ഇസ്ര ഇന്ന് മുതൽ പറഞ്ഞോണം, എനിക്ക് കിടക്കാൻ വേണ്ടി അല്ല യേശു എനിക്ക് വേണ്ടി വില കൊടുത്തത്. ഞാൻ ആരോഗ്യത്തോടെ യേശുവിന്റെ നാമത്തിൽ നടക്കും. ഇന്ന് മുതൽ പറഞ്ഞു കേട്ടോ. സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോണേ. കാലിലോട്ട് കൈവച്ചു. ഒട്ടും നടക്കാൻ പറ്റത്തില്ലേ? ഇല്ല, വാക്കർ കൊണ്ടേ നടന്നോളൂ. അതും അധികം ദൂരം നടന്നോടെ, ഒരാള് ഒപ്പരം വേണം. ഒരാളില്ലാതെ നടക്കാൻ പറ്റത്തില്ല. അത് കൈ എടുത്ത് വെച്ച്, എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പാ കർത്താവെ ഇന്ന് മുതൽ എന്ന് സൗകര്യം പറഞ്ഞ് എന്റെ ശരീരത്തിന് നടക്കാൻ വേണ്ടിയുള്ള വില യേശു കൊടുത്തതാന്ന് പറ. ഞാൻ നടക്കാൻ വേണ്ടി, ഓടാൻ വേണ്ടി, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ള വില യേശു ക്രൂശിൽ കൊടുത്തതാണ്. ഞാൻ നടക്കും, ഞാൻ ഓടും, ഞാൻ യേശുവിന് വേണ്ടി ഓടും. ഒന്ന് തീരുമാനം എടുത്ത്, ഞാൻ ഓടും, ചാടും, യേശുവിന് വേണ്ടി ഞാൻ ഓടും എന്ന് പറഞ്ഞു. ഞാൻ സൗഖ്യം എന്റെ അവകാശമാന്ന് പറയാം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം എന്റെ. കർത്താവ് സിസ്റ്ററെ കണ്ണടച്ചു. ഞാനിപ്പോ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കുവല്ല, ആ രോഗത്തിന്റെ മേൽ ജയമെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ചൊന്ന് കൽപ്പിച്ചു. കർത്താവെ, പ്രിയമകള് കിടക്കാൻ വേണ്ടി അല്ല യേശു ക്രൂശിൽ മരിച്ചത്, കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ രോഗി നടന്നുവെങ്കിൽ ഇപ്പൊ തന്നെ മകളുടെ ശരീരത്തിന്റെ മേൽ സൗഖ്യം നിറയുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ ആ കാലുകളുടെ മേൽ ബലം വ്യാപരിക്കട്ടെ, കാലുകളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ, ഇപ്പോൾ തന്നെ ചലിക്കട്ടെ. ആ വോക്കർ ഉപയോഗിച്ചാണ് നടക്കുന്നത്, പക്ഷെ ഇനി വോക്കർ ഇല്ലാതെ യേശുവിന്റെ നാമത്തിൽ ഓടും, യേശുവിന്റെ നാമത്തിൽ നടക്കും. കാലുകളുടെ മേൽ തീ കത്തട്ടെ, അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ടെ. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സിസ്റ്ററെ, ആ ബലവും സൗഖ്യം വന്നിരിക്കുന്നു. ചാടിയിട്ട് നടന്നേ കേട്ടോ. ഇപ്പൊ തന്നെ നടന്നോണം, ഭയം വേണ്ട. യേശുവിന്റെ നാമത്തിൽ നടന്നു. കർത്താവിന്റെ സൗഖ്യം ആ ശരീരത്തിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നു കേട്ടോ. കേൾക്കുന്നുണ്ട് എന്നെ? ആ ബലം വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോ വ്യത്യാസം വന്നിരിക്കുന്നു. പയ്യെ ചലിച്ച് കേട്ടോ. ഒന്ന് എണീറ്റ്, ഒന്ന് നടന്നേ യേശുവിന്റെ നാമത്തിൽ കേട്ടോ. അത്ഭുത സൗഖ്യം വന്നിരിക്കുന്നു, അത്ഭുത വിടുതൽ വന്നിരിക്കുന്നു. ധൈര്യമായിട്ട് കൈവച്ചു കേട്ടോ. ആമേൻ. ഇപ്പൊ തന്നെ വന്നിരിക്കുന്നു, ഒന്നും പേടിക്കണ്ട. നടന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ.
എന്നിട്ട് ഓ എന്നിട്ട് ഓ എന്താണ് നടക്കൽ വ്യത്യാസം? എന്താണ് ഓ പറഞ്ഞു ഏ എന്താണ് വ്യത്യാസം? നടക്കുന്ന നടക്കാൻ ശ്രമിക്കുന്നുണ്ട് ബ്രദറെ. നടന്നു, യേശുവിന്റെ നാമത്തിൽ നടന്നു, പറഞ്ഞുകൊണ്ട് നടന്നു. കർത്താവിന്റെ സൗഖ്യം എന്റെ അവകാശമാണ്. യേശുവിന്റെ രോഗത്തിന് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. കർത്താവ് ഞാൻ നടക്കാൻ വേണ്ടി വില കൊടുത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ നടക്കുന്നു. ഒന്ന് നടന്നേ, അങ്ങോട്ടൊന്ന് പിടിച്ച് നടത്തിക്ക്. എന്നിട്ട് പയ്യെ കൈ അങ്ങ് മാറ്റിക്ക്. യേശുവിന്റെ നാമത്തിൽ കൈയൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആമേൻ. കർത്താവ് വിടിവിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? എന്നാ വ്യത്യാസം എന്ന് ഇപ്പൊ പറയണം കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? എന്റെ വീട്ടിലായിരുന്നേ. ഏതാ? ഒരു റെഡ് ആൾട്ടോ കാർ ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ സാൻഡ്രോയാണ്. മുമ്പ് റെഡ് ആൾട്ടോ കാർ ഉണ്ടായിരുന്ന ഭവന സിസ്റ്ററുടെ ഭവനായിരുന്നോ? പറഞ്ഞ ആളെന്തേ? ഹലോ ആ ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, റെഡ് ആൾട്ടോ കാർ ആയിരുന്നു നേരത്തെ, ഇപ്പൊ സാൻഡ്രോയാണ്. സൗരി, ഈ കാര്യം വല്ലതും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാർ വിറ്റ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? റെഡ് കാർ ഉണ്ടായിരുന്ന കാര്യം, ഓൾട്ടോ കാർ ഉണ്ടായിരുന്ന കാര്യം. റെഡ് കാർ എന്നല്ല, റെഡ് ഓൾട്ടോ. റെഡ് ഓൾട്ടോ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ സാൻഡ്രോയാണ് ഉള്ളത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നു. എത്ര പേര് ആലോചന കേട്ടോ? ഈ സഹോദരിക്ക് വേണ്ടിയാണ് ഈ ആലോചന. നേരത്തെ ഉണ്ടായിരുന്നു റെഡ് കളറിലെ ഓൾട്ടോ കാർ, ഇപ്പൊ അത് കൊടുത്തു. പകരം വേറൊരു വണ്ടി കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്ന് കൊടുക്കൽ വാങ്ങൽ നിമിത്തം കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ ചില നഷ്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ വേണ്ടി പോവാണ്. എത്ര പേര് ആലോചന കേട്ടായിരുന്നു? റെഡ് കാർ എന്നല്ല പറഞ്ഞത്. ഈ മറ്റാരും ഏറ്റെടുക്കല്ലേ. ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ആലോചനയാണ് ഇത്. ഈ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടിയുള്ള ആലോചനയാണ്. സിസ്റ്ററെ, കയറിക്കൂടിയ സകല പിശാചുക്കളും യേശുവിന്റെ നാമത്തിൽ, പിശാച് നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല. ആത്മാവ് ഞങ്ങൾ അതിനെ വെട്ടിവിടുന്നു. ഞങ്ങൾ അവകാശികളാണ്. ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുന്ന കൊടുക്കൽ വാങ്ങൽ നിമിത്തം കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ സകലതും ഇറങ്ങിപ്പോട്ടെ. കർത്താവിന്റെ നന്മ അകത്തോട്ട് കയറട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവർ? ഈ ആലോചന ഇനി ഏറ്റെടുക്കണ്ട, ആ സഹോദരിക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ഹലോ പറഞ്ഞു. ഞാൻ സിസ്റ്റർ ഉഷ. ബ്രദർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഇന്നലെ ഞാൻ ബ്രദറിന് സിസ്റ്റർ അജിതയോട് പറഞ്ഞ ഒരു മെസ്സേജ് ബ്രദറിനെ കേൾപ്പിച്ചിരുന്നു. ബ്രദർ എനിക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചു. ഞാൻ രണ്ടാമത്തെ കീമോതെറപ്പിക്ക് പോവുകയാണെങ്കിൽ വിഷമങ്ങളും കാര്യങ്ങളും അറിയിച്ച്, ആദ്യത്തെ കീമോ കഴിഞ്ഞിട്ട് എനിക്ക് നടക്കാനും മേലായിരുന്നു കൊണ്ട്. പക്ഷെ ഇന്നലത്തെ കീമോ കഴിഞ്ഞ ഇന്നലെ മുതൽ എനിക്ക് വേദനയില്ല, ഒരു പ്രയാസമില്ല. എനിക്ക് കിടക്കേണ്ടതായിട്ട് പോലും വന്നിട്ട് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ആണ്. ഞാൻ മുഴുവൻ ദിവസവും ഇരുന്ന് പ്രാർത്ഥന കേൾക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്തു. ഇന്നലെ എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം ഞാൻ കിമ കഴിഞ്ഞ് വഴിയിലായിരുന്നു. അതുകൊണ്ട് അപ്പം ഇത് ദൈവത്തിന് ഒത്തിരി നന്ദി. സാധാരണ കീമോ കഴിഞ്ഞ സിസ്റ്റർക്ക് ഇതുപോലെ സംസാരിക്കാനോ വേദനയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ മുഴുവൻ ദിവസവും കിടക്കുക ചെയ്തിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ പോലും മേലായിരുന്നു. ദിവസം 3 പെയിൻ കില്ലർ ടാബ്ലറ്റ് എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ കിടന്നിരുന്നതും. പക്ഷെങ്കിൽ ഇന്നലത്തെ കിമോ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു ടാബ്ലറ്റ് പോലും എടുത്തില്ല. എനിക്ക് ശരീരത്തൊരു വേദനയും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. ആഹാരമൊക്കെ കൃത്യമായിട്ട് ഞാൻ കഴിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് വെള്ളം കുടിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്നു ആദ്യത്തെ കിമോ കഴിഞ്ഞ്. ഇന്നലത്തെ കിമോ കഴിഞ്ഞ് എനിക്ക് അസുഖമുള്ളതായിട്ട് പോലും തോന്നുന്നില്ല. ദൈവം എന്നെ ഇതൊരു അത്ഭുതമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. സാധാരണ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ആഹാരം പോലും കഴിക്കാൻ പോലും ബുദ്ധിമുട്ട്, അതുപോലെ പെയിൻ ആയിരുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, ശരീരത്തിൽ വേദനയില്ല. സാധാരണ പെയിൻ കില്ലർ കഴിച്ചാണ് ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ല. അർത്ഥം സിസ്റ്ററെ, അകത്ത് കർത്താവിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു.
യേശുവിന്റെ സൗഖ്യം നിറഞ്ഞിരിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. സാധാരണ നമുക്കറിയാം, കീമോ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അവരുടെ ശരീരം, അവരുടെ മനസ്സും ഒക്കെ, ശരീരവും മനസ്സും ഒക്കെ തളരുകയും വേദനയാൽ ഭാരപ്പെടും. പക്ഷേ പ്രീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയത്തില്ല, ക്ഷീണമില്ല, വേദനയില്ല, തളർച്ചയില്ല, രോഗമുള്ളതായിട്ട് പോലും തോന്നുന്നില്ല എന്ന് പറഞ്ഞത്. യേശു പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു, അത്ഭുതം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കൈവച്ച് പറഞ്ഞോണം, സൗഖ്യം എന്റെ അവകാശമാണ്, കീമോയല്ല എന്റെ അവകാശം. സൗഖ്യം എന്റെ അവകാശമാണ്. ഞാൻ ആരോഗ്യത്തോടെ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആ നടക്കുന്ന സഹോദരി നടന്നോണം, വോക്കറെ പിടിക്കാൻ നോക്കരുത്, യേശുവിന്റെ നാമത്തിൽ നടന്നോണം കേട്ടോ. നടന്നോണ്ടിരിക്ക ബ്രദറെ, കൈ പിടിച്ചിട്ട് കൈ പയ്യെ പയ്യെ വിട്ട്. പോലുണ്ട്. ശക്തി തോന്നുന്നുണ്ട് ഇപ്പം. അമ്മയ്ക്ക് കാലിനൊരു ശക്തി വന്ന പോലെ ഉണ്ട്. ഓ സ്വോത്രം സ്വോത്രം. നടന്നു, ഓക്കർ വേണ്ട, അങ്ങോട്ട് നടന്നു. യേശുവിന്റെ നാമത്തിൽ ഇടയ്ക്കെടുത്ത് നടക്കാനാ യേശു പറഞ്ഞേക്കുന്നത്. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക്. നടന്നു കേട്ടോ. വലിയ സാക്ഷ്യമായത്. നന്ദി യേശുവേ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ. ബ്രദറെ, എന്റെ പേര് ലീന പീറ്റർ, കോട്ടയം കിടങ്ങൂര് താമസിക്കുകയാണേ. ഉം. ബ്രദറെ, ഞാനൊരു 8 വർഷങ്ങൾക്ക് മുൻപ് ഈ ആക്റ്റീവ ഓടിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോയി. പക്ഷെ അന്ന് എനിക്ക് സാധിച്ചില്ല ബ്രദറെ. ഉം. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഹരിതകർമ്മയില് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ രാവിലെ ഒരു 7:10 ആകുമ്പത്തേക്കും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണേ. സ്കൂൾ വണ്ടിയിലും കടന്നു പോകുന്നുണ്ട് 2 നേരമേ. അപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് കടന്നു പോകും. ബസ്സിൽ കയറുന്നിടത്തോട്ട് ഒത്തിരി നടക്കാനുണ്ട് ബ്രദറെ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്കൊരു ആക്റ്റീവ ഉണ്ടായിരുന്നെങ്കിൽ തക്ക സമയത്ത് എനിക്ക് അവിടെ കടന്നു പോകാമായിരുന്നല്ലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടേ. പക്ഷെ ഇന്ന് ബ്രദറെ രാവിലെ ഞാനിങ്ങനെ കടന്നു പോയപ്പോഴും ഞാൻ ഓർത്തു, ദൈവമേ എനിക്ക് അത്രയും വേഗത്തിലൊന്ന് ആക്റ്റീവ ഓടിക്കാൻ പഠിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്ന് ഞാൻ പഞ്ചായത്തിൽ ചെന്നപ്പോ ഞാൻ അവിടെ ചെന്നപ്പം എന്റെ പേര് എഴുതിക്കൊണ്ട് പോയി ബ്രദറെ. ആക്റ്റീവ ഓടിക്കാനുള്ളവരുടെ ലിസ്റ്റ് എടുത്തപ്പോ എനിക്കും കൂടെ പഠിക്കണം എന്ന് എന്റെ കൂട്ടുകാർ പറഞ്ഞു, ലീന ഇവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് അവര് കൊണ്ടുപോയി. അത് എനിക്ക് വേണ്ടി തന്നെയുള്ളതാന്ന് ഓർത്ത് വിശ്വസിക്കുക ബ്രദറെ. വലിയ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഓർക്കുന്ന ദൈവമാണ്. ദൈവം ഇനിയും ഒരു വാഹനമല്ല, വാഹനങ്ങളുടെ ദൈവം നടക്കട്ടെ. എപ്പോഴും ഓർത്തു, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഓടും, തീരുമാനം എടുത്തോണം. ദൈവം വാഹനങ്ങളല്ല എന്തും തരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു. ബ്രദറെ, ഞാന് റാന്നിന്നാണ്. പറഞ്ഞു. ഞാൻ റാന്നിന്ന് കഴിഞ്ഞ മെയ് മാസത്തില് 28-ാം തീയതി ഞാനൊരു വലിയ മഴ പെയ്തപ്പോ ആ മഴ മൊത്തം നനഞ്ഞു. ഒത്തിരി മഴ നനഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയത് പനി പിടിച്ചിട്ട് അങ്ങനെ ആ പനിയും കൊണ്ട് നടന്ന് ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു. മരുന്ന് കഴിക്കും, കുറയും അങ്ങനെയിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച മുമ്പ് ശരിക്കും അങ്ങ് മാറി. അത് പിന്നെ അങ്ങനെ പനി ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയപ്പോ നല്ല മഴ നനഞ്ഞു, ഭയങ്കര മഴ. എന്നിട്ട് പനിയാന്ന് വെച്ചാൽ എനിക്ക് അന്നേരം തന്നെ പനി തുടങ്ങി, കാപ്പൊക്കെ പനി എല്ലാം കൂടെ അങ്ങ് ഇളകി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഒരു ദിവസം പനിച്ചിനി, പിറ്റേ ദിവസം രാവിലെ പനിക്കും. അങ്ങനെയുള്ള പനിയാണ്, വിട്ടുള്ള പനി. അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഒന്നിലെ ന്യൂമോണിയ ആയിരിക്കും, അല്ലെങ്കിൽ ടൈഫോയിഡ് ആയിരിക്കും, എന്തെങ്കിലും ഇല്ല, ഇങ്ങനെ വിട്ടിട്ട് 1 മാസം കഴിഞ്ഞെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നിരുന്ന് പറഞ്ഞു കർത്താവിനോട്. അന്ന് എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചയിൽ പോകാൻ പോലും പറ്റില്ല, അതുപോലെ എനിക്ക് പനി വന്നു. ഞാൻ ആ ഞായറാഴ്ച പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു, എനിക്ക് യേശുവിന്റെ അടിപ്പിണരാൽ സഹിക്കാൻ തന്നെ. എനിക്ക് ഒരു ബ്ലഡും പരിശോധിച്ച് നോക്കട്ടെ, എന്റെ കർത്താവ് എന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി, എനിക്ക് പൂർണ്ണ വിടുതലെന്ന് കണ്ടു. ഇനി എന്നെ പനിക്കരുതെന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് പനിച്ചതുള്ളൂ. പിന്നെ ഇതുവരെ എനിക്ക് പനി ഉണ്ടായില്ല. എന്റെ കഫക്കെട്ടും എന്റെ തലയ്ക്കുള്ള എല്ലാ ബുദ്ധിമുട്ടും എനിക്ക് മാറി. നല്ല അനുഗ്രഹത്തോടെ ഞാനിപ്പോ നടക്കുന്നു. അതിനിടയ്ക്ക് ഞാനൊന്ന് കട്ടിലിൽ നിന്ന് താഴെ വീണിട്ടും കൈയുടെ മുട്ട് കൊണ്ടൊന്ന് ഇടിച്ചു. എന്റെ ഈ സൈഡ് ഏണിന്റെ അവിടെ, ഇടത്തെ സൈഡ് ഏണിന്റെ അവിടെ ഒക്കെ ഇടിച്ചു. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, ഒരു വേദനയോ ഒന്നും ഉണ്ടായില്ല. എല്ലാം ദൈവം പൂർണ്ണമായി പിടിവിച്ച് ശ്രമിക്കുന്നു. കർത്താവ് എന്നെ കാത്തു. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ രോഗാവസ്ഥ ഇരുന്നപ്പോഴെങ്കിലും കർത്താവിന്റെ നാമത്തിൽ പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുവെന്ന് വിശ്വസിച്ച നിമിഷം തന്നെ പനിയും ബുദ്ധിമുട്ടും ഒക്കെ വിട്ടുമാറി. കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തിക്ക് നന്ദി. രോഗമല്ല അവകാശം, സൗഖ്യം എന്റെ അവകാശമാണ്, അത്ഭുതം എന്റെ അവകാശമാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
മറ്റാരും സ്തോത്രം. പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ഞാനിവിടെ കോതമംഗലത്താണ് താമസിക്കുന്നത്. ഉം. ഞാൻ വയനാട് എല്ലാവരും കേൾക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, പക്ഷെ എനിക്കത് വലിയൊരു സാക്ഷിയാണ് എനിക്കത്. ഉം. ഞാൻ വയനാട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് മുറ്റത്തിന്റെ അടുത്ത് ഒരു തെങ്ങ് കഴിഞ്ഞ വർഷം ഇടിവെട്ടി പോയായിരുന്നു. നിറയെ തേങ്ങ കായ്ക്കുന്നതായിരുന്നു. അപ്പൊ അതിന്റെ തലയ്ക്ക് മാത്രം ഇടിഞ്ഞു വീണിട്ട് ബാക്കി മൊത്തം തടി അങ്ങനെ നിൽക്കുമായിരുന്നു. എന്നോട് അടുത്ത വീട്ടിലവരൊക്കെ പറഞ്ഞു അത് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ അത് ലൈൻ കമ്പി തൊട്ടടുത്ത് കൂടെ പോകുന്നുണ്ട്, അപ്പൊ കമ്പിയിൽ വീഴും, അപ്പൊ അതുകൊണ്ട് വെട്ടിക്കളയണേ, ആളെ കൂട്ടി വെട്ടിക്കളയെന്ന് പറഞ്ഞു. അപ്പൊ അത് വെട്ടിക്കണമെങ്കിൽ ഒരു 1500 രൂപയെങ്കിലും വേണം തെങ്ങ് മുറിക്കണമെങ്കിൽ. അപ്പൊ ഞാനതുകൊണ്ട് മുറിച്ചില്ല. ഞാൻ പറഞ്ഞു എന്റെ ദൈവത്തിന്റെ കടത്തിൽ, ഞാൻ സ്വയം ഞാനിന്ന് പറഞ്ഞു എന്റെ ദൈവത്തിന്റെ കടത്തിലേക്ക് ഇത് ഞാൻ കൊടുക്കുക, ഇതൊരു ദോഷം തട്ടാതെ വേണം. ഇത് പഴയ ഒരു ബാത്റൂം അതിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ആ ബാത്റൂമിന്റെ മുകളിലോ പെരേന്റെ മുകളിലേക്ക് ഒന്നും വീഴാതെ അത് താഴെ തന്നെ അത് ഒടിഞ്ഞ് ഞാൻ പറഞ്ഞു എരിഹോ മതിൽ ഇടിഞ്ഞ് വീണ പോലെ ഇത് കർത്താവിന്റെ നാമത്തിൽ ഇത് ഇടിഞ്ഞ് വീഴണം, ഒടിഞ്ഞു പോകണം, ഒരു ദോഷം തട്ടാതെ ഒന്നും നശിച്ചു പോവാതെ പോകണം. ഞാൻ ഇവിടെ ഇരുന്ന് കോതമംഗലത്തെ ഞാൻ താമസിക്കുന്നത്, ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ലാതെ പോയ ഒരു ഹോസ്പിറ്റലിൽ പോയ, അപ്പൊ അവിടെ ഞാൻ പോയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ തെങ്ങ് ഒടിഞ്ഞു വീണ് താഴത്തെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം നിൽപ്പുണ്ട്, ബാക്കിയൊക്കെ ഒടിഞ്ഞു വീണ് പൊടിഞ്ഞു കിടക്കുക പാസ്റ്റർ അവിടെ തന്നെ. ഒരു സാധനം നശിച്ചു പോവാതെ ഒന്നും പോവാതെ. ഞാനവർക്ക് എന്നോട് കർത്താവിനോട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതവിടെ പൊടിഞ്ഞു പോകണം, അത് എരിഹോ മതിൽ ഇടിഞ്ഞു വീണ പോലെ അത് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധനം ചുറ്റുവട്ടത്തുള്ളത് ഒന്നും നശിച്ചു പോവാതെ എന്റെ ദൈവം എനിക്ക് ആ തെങ്ങ് അവിടെ പൊടിഞ്ഞു വീണ പോലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഞാനപ്പോ ഇന്ന് ഒത്തിരി ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവം ഞാൻ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നിട്ട്. നന്ദി കർത്താവേ. പ്രിയസ് പറഞ്ഞ ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നിയാലും അവരുടെ മുമ്പിൽ അത് വലിയ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉപയോഗിക്കുക. ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. നിങ്ങൾ യേശു വെച്ചാൽ വേർ ഈസ് യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം എവിടെ, അതങ്ങെടുത്ത് ഉപയോഗിക്കുക. അവകാശിയാണ്. കടലിലും കാറ്റിലും നിങ്ങൾ കൊണ്ടുപോകാനുള്ളവരല്ല, അതിന്റെ മീതെ ജയിക്കാനുള്ള അവകാശിയാണ്. ഓർത്തോണം, ഞാൻ കരയാനുള്ള ആളല്ല, തകരാനുള്ള ആളല്ല, യേശുവിന്റെ സാക്ഷ്യത്തിന്റെ അവകാശിയാണ്. ചെറുതുപാട്ടുകൾ വലുതായിക്കോട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇനി വലിയ വലിയ സാക്ഷ്യമായ ദൈവം നിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ബ്രദർ, ഞാനിന്ന് പറയണേ, ഞാൻ 2-3 ദിവസമായി ബ്രദറിനോട് ഈ സംശയം ചോദിക്കണം. കരുണ തോന്നേണ്ടവർ കരുണ തോന്നണം എന്നുള്ളതും, പിന്നെ ഞങ്ങളോട് കരുണ തോന്നാത്തത് കൊണ്ടായിരിക്കും ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കണേന്നുള്ളതും. പക്ഷെ ഇന്നും ബ്രദറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ തന്നെയാണ് ബ്രദർ ആ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലാസ്സിലെടുത്ത് മെസ്സേജ് പറഞ്ഞത്. അത് നല്ലൊരു അനുഗ്രഹം. ക്ലിയർ ആയോ എല്ലാ കാര്യങ്ങളും? ക്ലിയർ ആയി ബ്രദറെ. ആമേൻ. ഇന്നു മുതൽ അവകാശിയെ പോലെ പറഞ്ഞോണം. ആ വിഷയം അത്ഭുതമായി മാറും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു ബ്രദറെ, ഒരു സാക്ഷ്യം പറയുക, അത് മറ്റുള്ളവർ ചിരിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട് ബ്രദറെ. ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ഇന്നെനിക്ക് അർജന്റായിട്ട് ശകലം സാധനങ്ങൾ ഉണക്കണമായിരുന്നു ബ്രദറെ. അന്നേരം ഞാനത് 4 സൈഡിലും കോളൊക്കെ കണ്ടെങ്കിലും ഞാൻ ദൈവത്തോട് പറഞ്ഞ് കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, അങ്ങനെ ഒരു വചനം ഉണ്ടല്ലോ ബ്രദറെ. അത് ഞാൻ ഇങ്ങനെ ഉപയോഗിച്ച് ആ വചനം പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ മല്ലിയൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ഒരുങ്ങി. അന്നേരം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു, നീ അങ്ങനെ നോക്ക്, സാരമില്ല, വെയില് കാണുമെന്നൊക്കെ അച്ഛനും പറഞ്ഞു. പക്ഷെ 4 സൈഡും കോള് ഒക്കെ കേറിക്കൊണ്ട് പെയ്യാനൊരുങ്ങിയ ഇപ്പൊ ഞാൻ പറഞ്ഞ് എന്റെ ദൈവം ഏലിയാവിന്റെ ദൈവമാ, 3 ആണ്ടിലേക്ക് മഴ പെയ്യണ്ടെന്നും പറഞ്ഞ് വേണ്ടുന്ന സമയത്ത് അതേ രീതി പറഞ്ഞ് എന്റെ കർത്താവ് ഇന്ന് എനിക്കിത് ഉണക്കി തന്ന അത്ഭുതം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പനിനീര് പോലെ കുടയുന്നോണം കാണിച്ചതിന് ശേഷം പിന്നെ ആ സാധനങ്ങളെല്ലാം ഉണക്കി കിട്ടി ബ്രദറെ. ഈ കാലാവസ്ഥയിൽ ഞാൻ അന്നേരം എനിക്ക് പിന്നെ മനസ്സിൽ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ, അത് പറയാതിരുന്ന ഒരു നന്ദികേടാവത്തില്ലയോ. ചില സംശയം ചോദിച്ച ആള് തന്നെ ഇത്. തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പൊ സിസ്റ്റർ ഒരു മഴയുടെ മേൽ ഉപയോഗിച്ച ആ വിശ്വാസം വലിയ കാര്യം. ഇനി എന്ത് വന്നാലും ഈ വിശ്വാസം ഉപയോഗിക്കണം. ഇത് ചെറിയ സാക്ഷ്യമല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം. സിസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, മഴ സമയത്ത് ഈ ഉണങ്ങുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യം ദൈവത്തെ നമുക്കറിയാം. നമ്മുടെ വിശ്വാസം ഉപയോഗിച്ചാൽ കാറ്റും കടലും അനുസരിക്കും. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമാണ്. ഇനിയും വലിയ വലിയ കാര്യങ്ങൾ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാത്തിന്റെ മേലെ വിശ്വാസത്തെ ഉപയോഗിക്കുക. നിരവധി സാക്ഷ്യങ്ങൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ.
കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരും ഇതേപോലെ നിസ്സാരം നമുക്ക് തോന്നിയാലും അത് ഉപയോഗിക്കുക. വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ഞാൻ എൻ്റെ തൊണ്ടയിൽ ഒരു 25 വർഷത്തിലേറെയായിട്ട് ഒരു തൊണ്ടയിൽ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു. അത് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വലിയ എക്സ്പ്രസ് ചെയ്തത് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ അത് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ ശരീരം കീറി മുറിക്കാനായിട്ട് എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഈ ഇടയായിട്ട് അത് വലിയ മുഴ ഇങ്ങനെ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എന്നിട്ട് ഈയിടെ കരിച്ചു കളയുന്ന ഒരു ചികിത്സ ഉണ്ടെന്ന് കേട്ടോണ്ട് ഞങ്ങൾ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയായിരുന്നു യേശുവിന്റെ അടിപ്പിണരുകളാൽ എൻ്റെ തൊണ്ടയിലെ മുഴ സൗഖ്യമായിരിക്കുന്നു എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. ഇങ്ങനെ ഇന്നലെ എന്നിട്ട് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേന് ആ മുഴ അവിടുന്ന് ചുരുങ്ങിപ്പോയിരിക്കുന്നു ബ്രദറെ. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ ഇടവരത്തില്ല എന്ന് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മാനസികമായിട്ട് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ വരും. പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്തു? അത് കരിച്ചു കളയുന്നിടത്ത് പോയി അന്വേഷിച്ചു. പക്ഷെ അതിനുവേണ്ടി സ്കാൻ ചെയ്യാൻ ചെന്നപ്പോഴാണ് നോക്കിയപ്പോൾ ആ മുഴ അവിടെ നിന്ന് ചുങ്ങിപ്പോയിരിക്കുന്നു. ഇനി സിസ്റ്ററെ സർജറി ആവശ്യമുണ്ടോ? ഇനി സർജറി ആവശ്യമില്ല ബ്രദറെ. ഓ സ്തോത്രം. ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, 25 വർഷമായിട്ടുണ്ടായിരുന്ന മുഴ ചുങ്ങത്തില്ല, അത് വലുതാകത്തേ ഉള്ളൂ, വലിയ രോഗമാകത്തേ ഉള്ളൂ. പക്ഷേ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എനിക്ക് കത്തി വെക്കാൻ ഇടവരത്തില്ല എന്ന് വിശ്വസിച്ചു. കർത്താവിന്റെ നാമത്തിൽ ഇന്ന് കത്തി വെച്ചുമില്ല. ഇന്ന് മുഴയ്ക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യേശു അത്ഭുതം ചെയ്തിരിക്കുന്ന സിസ്റ്ററെ, അത് പൂർണ്ണമായി അവിടെ നീങ്ങിയിരിക്കുന്നു. കർത്താവിന്റെ സാക്ഷ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു. സാക്ഷിയല്ല, ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ബ്രദറെ 15-ാം തീയതി ബ്രദറെ പ്രയർ റിക്വസ്റ്റ് ആണെങ്കിൽ ബ്രദറെ ഈ നമ്പറുകളിലേക്ക് ഒന്ന് അയക്കാവോ? ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ്. കാരണം വെച്ചാല് നമുക്ക് പ്രയർ റിക്വസ്റ്റ് നമ്മൾ ലൈവില് നോക്കാറില്ല. കാരണം വെച്ചാൽ ഒരാൾക്ക് വേണ്ടി നമ്മളങ്ങനെ ഇത് എല്ലാവർക്കും പറയേണ്ടി വരും. അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് പിന്നെ അതുകൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടായി മാറും, ഒരാൾക്ക് വേണ്ടി എല്ലാവരും. അതുകൊണ്ടാണ് ഈ കാണുന്ന ഏത് നമ്പറിലേക്ക് നമ്മുടെ പ്രയർ റിക്വസ്റ്റ് അയക്കാം, അതിന് പ്രാർത്ഥിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദറെ. കാര്യം പ്രയർ റിക്വസ്റ്റുകൾ നമ്മൾ ലൈവിൽ എടുക്കാറില്ല, സമയമില്ല. നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഒത്തിരി വൈകി. സാക്ഷ്യത്തിന്റെ സമയമാണിത്. മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമം തോന്നിട്ട് ഞാനിത് പറയുമ്പോൾ ചിലർക്ക് പിണക്കവും വിഷമവും തോന്നും. കാര്യം എനിക്ക് ആഗ്രഹം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് എപ്പോഴും. പക്ഷെ നമുക്ക് സമയത്തിന്റെ എല്ലാത്തിന്റെയും പരിമിതി ഇതിൻ്റെ അകത്തുണ്ട്. സൂം എന്ന പ്ലാറ്റ്ഫോമിലുണ്ട്. അതുകൊണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? വേഗത്തിൽ പറഞ്ഞു. പറഞ്ഞു. ഹലോ, പറഞ്ഞു. എന്റെ അമ്മയെ കുറിച്ച് പറയാനായിരുന്നു. സാക്ഷ്യമാണോ? അമ്മയുടെ സാക്ഷ്യം. അമ്മയുടെ വയറിന്റെ ഒരു സൈഡിലായിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയിൽ നിന്നും ദൂരെയാ താമസിക്കുന്നത്, വേറെ ഒരു സ്ഥലത്താ. അപ്പൊ ഞാൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ ഇങ്ങനെ മനസ്സിലോർത്ത് അമ്മയുടെ ആ വയറിന്റെ സൈഡിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ച്. ഇന്ന് അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ആ കൊള്ളിയ മിന്നി വരുന്ന പോലെയുള്ള വേദനയെല്ലാം മാറി ഒത്തിരി സൗഖ്യം കിട്ടി. യേശുവിന് ഒത്തിരി എത്ര നാട്ടിലെ ബുദ്ധിമുട്ടായിരുന്നു? ഓൾമോസ്റ്റ് 6 months അമ്മ ഒരുപാട് വേദന അനുഭവിച്ചു. ഒത്തിരി വിഷമത്തിൽ കൂടി കഴിയുമായിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചു. പക്ഷെങ്കില് ബ്രദറിന്റെ ഈ പ്രാർത്ഥനയിൽ കൂടി അമ്മയ്ക്ക് ഒത്തിരി സൗഖ്യം കിട്ടി. ആമേൻ. കർത്താവ് ഇന്ന് പ്രിയ മാതാവിനെ അങ്ങ് സൗഖ്യമാക്കണമേ. 6 മാസമായിട്ടുള്ള വേദനയായിരുന്നു. സിസ്റ്റർ അത് വിശ്വാസാൽ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. ആ വേദന പൂർണ്ണമായും യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ.
പറഞ്ഞു. ഇന്നലെ ബ്രദർ പറഞ്ഞില്ലേ ഒരു ശംഖ് കാണുന്ന ഒരു വീട്, അതിലെ തലമുറയെ അനുഗ്രഹിക്കുന്നു. അപ്പൊ ഇന്നലെ രാവിലെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഹോളി സ്പിരിറ്റ് ഒന്ന് ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആലോചന തരണേന്ന്. അപ്പം ബ്രദർ ഇത് പറഞ്ഞു. ആക്ച്വലി ഞങ്ങളുടെ വീട്ടില് കയറി വരുന്ന എൻട്രി വേയില് തന്നെ അങ്ങനെ ഒരു ശംഖ് ഇരിപ്പുണ്ട്, ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട്. അത് ഞങ്ങൾ വാളിലേക്ക് പ്ലഗ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇങ്ങനെ രാത്രിയിലൊക്കെ ഒരു ലൈറ്റ് വരാനായിട്ട്. അപ്പൊ അതൊരു ശംഖിന്റെ ഷേപ്പിലിരിക്കുന്ന ഒരു ഡെക്കറേറ്റീവ് പീസാണ്. അപ്പം തലമുറയെ അനുഗ്രഹിക്കുന്ന ബ്രദർ പറഞ്ഞിരുന്നു. എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ മൂത്ത മോൾക്ക് ഷീസ് 28 years old. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കർത്താവ് തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് കർത്താവിന് ഇഷ്ടമുള്ള ഒരു പയ്യനെ എന്റെ മോൾക്ക് വേണ്ടി കണ്ടുപിടിച്ചു കൊടുക്കണേന്ന്. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഡിസ്റ്റന്റ് ഒരു റിലേറ്റീവ്, ഞാൻ തന്നെ ആ റിലേറ്റീവിനെ 2 ദിവസം മുമ്പ് ആദ്യമായിട്ട് കാണുന്നു. ആ റിലേറ്റീവ് ഇന്നലെ വിളിച്ചിട്ട് പറയാ, ഇങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആലോചന ആയിട്ട് വരുവാണെന്നും പറഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ള ടെക്സസിലുള്ള ഒരു പയ്യനെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ അയച്ചു തന്നു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവം എന്ത് ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങള് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പം പിന്നെ എന്റെ 3 മക്കളും ദൈവത്തിലേക്ക് അവിടെ നിന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്റെ മോൻ ഒരു വീട് മാറിയപ്പോ മോൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, യൂഷ്വലി ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാം, മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോം ഐ പ്രേഡ് സാംസ് 91 ഓവർ ദ ഹോൾ ഹൗസ്. അപ്പൊ എനിക്ക് അതൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ബ്രദർ അത് ഇങ്ങനെ പറഞ്ഞല്ലോ, 3 മക്കളെ അനുഗ്രഹിക്കും, തലമുറകളെ അനുഗ്രഹിക്കുന്നു. എനിക്ക് അത് 3 മക്കളിലും ആ ഒരു അനുഗ്രഹത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. സോ താങ്ക് യു ജീസസ് ആൻഡ് താങ്ക് യു സോ മച്ച് ബ്രദർ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആലോചന കേട്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടായി, അതിന്റെ ഡെലിവറൻസ് അവിടെ ഉണ്ടായി. ആ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ, ഭാവിയുടെ വാതിലിനെ സ്വർഗം തുറക്കാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നമ്മുടെ സമയം ഒത്തിരി മുന്നോട്ട് പോയി. നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ. കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റട്ടെ. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കട്ടെ. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കുമ്പോൾ ഓർത്തോണം, പരിമിതികളുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പരിമിതിയുണ്ട്. അപ്പോൾ എൻ്റെ മറുപടികളൊക്കെ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എൻ്റെ റിപ്ലൈ കിട്ടിയില്ല എന്ന് വരും. പക്ഷെ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, വചനത്തിലും കൂട്ടായ്മയിലും ബലപ്പെടുക, തന്നെ കാര്യങ്ങൾ നടത്തി. പിന്നെ ബ്രദറിൻ്റെ നിന്നോ അല്ലെങ്കിൽ പ്രയർ ലൈനിൽ നിന്ന് ഒരു റിപ്ലൈ വരുന്നത് കാത്ത് നിങ്ങൾ നിൽക്കേണ്ട. കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും, അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എല്ലാ പരിമിതികളുണ്ട്. ഞാൻ ഇപ്പം തന്നെ എനിക്ക് 100 കണക്കിന് മെസ്സേജുകളാണ്, പ്രയർ റിക്വസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും. അപ്പം നിങ്ങൾക്ക് പ്രാർത്ഥന മറുപടി ലഭിച്ചില്ല എങ്കിലും നിങ്ങൾ കൂട്ടായ്മ ആചരിക്കുക. അതിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. കർത്താവ് നിങ്ങളെ സാക്ഷിയാക്കി മാറ്റും. വലിയ പ്രവർത്തികളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നിങ്ങളെ നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പോകാം. സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവരോട് ഞാൻ പറഞ്ഞത്, ലൈവായിട്ട് ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്നവരുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷം കാണുന്നവരുമുണ്ട്. വലിയ നന്മകളാൽ ദൈവം നിറയ്ക്കട്ടെ. നമുക്ക് പിന്നെ ഒരുമിച്ച് കൂടാം. നാളെ നമുക്ക് ഒരുമിച്ച് കൂടാം. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വലിയ നന്മകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. വൻ കാര്യങ്ങൾ